പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ പരിശുദ്ധാത്മാവിൻ്റെ വിതരണക്കാരിയായ പരിശുദ്ധമ്മയിലൂടെ നമ്മിലേക്ക് നൽകപ്പെടേണ്ടതാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഇതൊന്നും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ നമ്മളെ ഏൽപ്പിച്ചതാണിതെല്ലാം. മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഈശോ അമ്മയിലൂടെ നമുക്ക് തന്നതാണ് പരിശുദ്ധാത്മാവിന്. അപ്പോൾ നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് സ്വീകരിക്കാൻ നമുക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, അല്ലെങ്കിൽ ദേശത്തിന് വേണ്ടി ഒക്കെ സ്വീകരിക്കാൻ ദൈവം നമ്മളോട് അനുവാദം തന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ പരിശുദ്ധാത്മാവിൻ്റെ വിതരണക്കാരി എന്നുള്ള റോള് വഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ആ വലിയൊരു സാന്നിധ്യവും, അമ്മ ഏത് രീതിയിൽ പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് തരുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ്, ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് നമ്മിൽ നിലനിൽക്കുന്നത് നമുക്ക് വേണ്ടിയല്ല. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നിട്ടുണ്ടെങ്കിൽ അതെനിക്കുള്ളതല്ല, എന്നിലൂടെ അനേകർക്ക് നൽകപ്പെടാൻ വേണ്ടി ദൈവം തരുന്നതാണ്. നമുക്ക് ഓരോരുത്തർക്കും, ശുശ്രൂഷകന് മാത്രമല്ല സകല ജനങ്ങൾക്കും പരിശുദ്ധാത്മാവിനെ നൽകുന്നത് ആ സ്വഭാവം പുറപ്പെടുവിക്കാനാണ്. പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ കൃപയായിരിക്കണം മറ്റുള്ളവർ നിങ്ങളിൽ നിന്ന് സ്വീകരിക്കേണ്ടതും നിങ്ങളിൽ കാണേണ്ടതും. അവർ പറയണം, അവനിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നുള്ളത്. അവനിൽ പരിശുദ്ധാത്മാവ് അവളിൽ ഉണ്ട് എന്നുള്ളത് നമ്മുടെ പെരുമാറ്റം കണ്ട് മറ്റുള്ളവർ നമ്മളിൽ നിന്ന് തിരിച്ചറിയണം. നമ്മുടെ പ്രാർത്ഥന കണ്ടാൽ ഒരിക്കലും പരിശുദ്ധാത്മാവ് നമ്മിലുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ആർക്കും പ്രാർത്ഥിക്കാൻ പറ്റും, പക്ഷെ അതിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകണമെന്നില്ല. പക്ഷെ നമ്മളെ പെരുമാറ്റത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകണം, അവൻ അല്ലെങ്കിൽ അവൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളാണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ പ്രാർത്ഥനയിൽ ഒത്തിരി വാചാലത നമുക്ക് കൊണ്ടുവരാൻ പറ്റും. മറ്റുള്ളവരെ കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി വാചാലത നമുക്ക് പ്രാർത്ഥനയിൽ കൊണ്ടുവരാൻ പറ്റും. ആരും പ്രാർത്ഥിക്കാത്ത രീതിയിൽ സ്പോണ്ടേനിയസ് ആയിട്ട് പ്രാർത്ഥിക്കാൻ ഒരുപക്ഷെ നമുക്ക് പറ്റുമായിരിക്കും. പക്ഷെ അതിനകത്ത് ആത്മാവ് എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റ് ഉണ്ടാകണമെന്നില്ല. അത് വെറൊരു ഓറൽ എക്സസൈസാണ്. അതിൻ്റെ അകത്ത് ആത്മാവ് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അതിലൂടെ ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ പറ്റില്ല. ദിവസവും പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ദിവസവും കുടുംബ പ്രാർത്ഥന ചെല്ലുന്ന വ്യക്തിയിൽ പരിശുദ്ധാത്മാവുണ്ടെന്ന് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് പരിശുദ്ധാത്മാവ് എന്നിലുണ്ടെങ്കിൽ എന്നിൽ നിന്ന് അത് പുറപ്പെടേണ്ടത് എൻ്റെ സംസാരത്തിലും എൻ്റെ പെരുമാറ്റത്തിലും എൻ്റെ പ്രവൃത്തികളിലും ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ചെയ്തികൾ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതിനെയാണ് ദൈവം വിളിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമെന്ന്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ, ഇവിടെ ഒന്നാമത്തെ രഹസ്യത്തിൽ നമ്മൾ ധ്യാനിച്ചു, പരിശുദ്ധാത്മാവിനെ അമ്മ സ്വീകരിച്ചു. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിച്ചു. ഇത് രണ്ടും കിട്ടിയപ്പോൾ തൊട്ടടുത്ത സെക്കൻഡിൽ അമ്മയ്ക്ക് അനുഭവപ്പെട്ട അവസ്ഥ, തിടുക്കം. എന്തിനു വേണ്ടിയിട്ട്? ചാർച്ചക്കാരിയിലേക്ക് എത്തി 3 മാസക്കാലം അവളെ ശുശ്രൂഷിക്കാനുള്ള തിടുക്കത്തിൻ്റെ ആത്മാവിനെ പരിശുദ്ധ അമ്മ സ്വീകരിച്ചു. ആമേൻ, ഹല്ലേലൂയ. അന്ന് തുടങ്ങിയ തിടുക്കം ഇന്നും അമ്മയിൽ ആ തിടുക്കത്തിന് ഒരു കുറവുമില്ല. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അമ്മ ഇറങ്ങി ഓടുക. വിശുദ്ധ എലിസബത്തിനെ അമ്മ സന്ദർശിക്കണമെങ്കിൽ അതിന് 2 കാരണമുണ്ട്. ഒന്ന്, പരിശുദ്ധ അമ്മയിൽ രൂപപ്പെട്ട പരിശുദ്ധാത്മാവ്, എന്ന് വെച്ചാൽ അമ്മയിൽ പരിശുദ്ധാത്മാവ് ഇല്ലായിരുന്നു എന്നുള്ളതല്ല, മറിച്ച് വാഗ്ദാനം ചെയ്യപ്പെട്ടത് സ്വീകരിച്ചതും ഉണ്ടായിരുന്നത് അതേപടി നിലനിന്നതും. ആമേൻ, ഹല്ലേലൂയ. അമ്മയിൽ നമ്മളിത് വായിക്കുമ്പോൾ പലരിലും ഉണ്ടാകുന്നൊരു തെറ്റിദ്ധാരണ, പല സുവിശേഷകരും മറ്റ് സമൂഹങ്ങളിൽ നിന്നുള്ള സുവിശേഷകർ പറയുന്നത് പരിശുദ്ധാത്മാവിനെ അപ്പോൾ അമ്മയ്ക്ക് നൽകി. എപ്പോൾ? കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടി മാത്രം പരിശുദ്ധാത്മാവിനെ അമ്മയിലേക്ക് നൽകി എന്നുള്ളതാണ് അമ്മയെക്കുറിച്ച് അവർ പറയുന്നത്. അല്ല, അമ്മയിൽ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മാവിനെ കൂടാതെ വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവ് എന്നുള്ളതാണ് യേശുവിനെ കൺസീവ് ചെയ്യാൻ, യേശുവിനെ ഉദരത്തിൽ വഹിക്കാൻ അമ്മയിലേക്ക് നൽകപ്പെട്ടത്. ഹല്ലേലൂയ. ഇപ്പോൾ എന്നിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കെ
ശുശ്രൂഷ ജീവിതത്തിലേക്ക് എന്നെ തിരഞ്ഞെടുത്തപ്പോൾ ദൈവം വീണ്ടും നൽകിയ കൃപകളാകുന്ന ആത്മാവിൻ്റെ അഭിഷേകവും അതിനു മുന്നേ വരെ ഞാൻ ചെയ്ത നന്മപ്രവൃത്തികളിൽ എന്നിൽ കുടികൊണ്ടിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും രണ്ടും രണ്ട് തലമാണെങ്കിലും ആദ്യത്തെ അവസ്ഥയിലും രണ്ടാമത്തെ അവസ്ഥയിലും എന്നിൽ പരിശുദ്ധാത്മാവുണ്ട്. പക്ഷേ ഈ പരിശുദ്ധാത്മാവിൻ്റെ തലം വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് തലം മാറിയപ്പോൾ അമ്മ എന്തെടുത്തു? തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ട് അമ്മ പുറപ്പെട്ടത് എങ്ങോട്ടാ? എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക്. അവിടെ ആദ്യത്തേത് ശുശ്രൂഷ മനോഭാവമാണെങ്കിൽ തൻ്റെ പുത്രന് വഴിയൊരുക്കാനുള്ളവനെ ഒരുക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മ പുറപ്പെട്ടതാണ് എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൻ്റെ പുത്രനെ വഴിയൊരുക്കാനുള്ളവനെ ഒരുക്കണം. വഴിയൊരുക്കാൻ ഒരുക്കുക എന്നുള്ളതാണ് അമ്മയുടെ ദൗത്യം. അതിനുവേണ്ടി അമ്മ രാപ്പകല് നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ രാവും പകലും അമ്മ നമ്മൾക്ക് ബോധ്യം നൽകിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധമ്മ രാവും പകലും നമ്മളെ ഈ ഒരു ആവശ്യത്തിലേക്ക് ഉത്തേജിപ്പിക്കുന്ന ആത്മീയ ഉത്തേജനം നൽകുന്ന പരിശുദ്ധമ്മ. നമ്മളെ ഉത്തേജിപ്പിക്കുന്നത് മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല, ആത്മീയമായിട്ട് പരിശുദ്ധമ്മ നമ്മളെ ഉത്തേജിപ്പിക്കുകയാണ്. ആത്മാക്കൾക്ക് വേണ്ടി ജീവിക്കണം, ആത്മാക്കളെ പ്രതി നമ്മൾ ഇറങ്ങി ഓടണം, ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ അധ്വാനവും നമ്മുടെ വിഹിതവും നമ്മളുടെ ബുദ്ധിയും നമ്മുടെ കഴിവുകളും കൃപകളും ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിച്ചാൽ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് ആത്മാക്കളെ ഒരുക്കുന്നവരുടെ കൂട്ടത്തിൽ, തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ പങ്കാളിയാകുവാൻ ദൈവം നമ്മെ അനുവദിക്കും, അല്ലെങ്കിൽ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞ് കഴിയുമ്പോൾ രണ്ടാമത്തെ രഹസ്യം നമ്മൾ ധ്യാനിക്കണം. സന്തോഷത്തിൻ്റെ ഒന്നാമത്തെ രഹസ്യം ധ്യാനിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, സ്വീകരിച്ചു. എങ്ങനെ സ്വീകരിച്ചു? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിച്ചു. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൻ്റെ കൽപ്പനയെ സ്വീകരിച്ചു. അമ്മ ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്യുകയാണ് തൃത്വവുമായിട്ട്. ആ എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അമ്മ തന്നെ ദൈവത്തിന് സറണ്ടർ ചെയ്യുകയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി. അതുകൊണ്ട് പൂർണ്ണമായിട്ട് കർത്താവിൻ്റെതായിട്ട് മാറ്റപ്പെട്ടപ്പോൾ കർത്താവിൻ്റെ എന്ന് പറയാനും ഇതാ എന്ന് പറയാനും ദാസി എന്ന് പറയാനും അമ്മയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. കാരണം അമ്മയിൽ അശുദ്ധിയില്ല, പാപമില്ല, കറകളില്ല, ഒന്നുമില്ല. ഉത്ഭവ പാപമില്ലാത്തവളായതുകൊണ്ടും അവളിൽ ലോകത്തിൻ്റെ പാപം അവളിൽ ഏശാത്തത് കൊണ്ടും അവൾ പാപം ചെയ്തിട്ടില്ലാത്തത് കൊണ്ടും പാപത്തിന് അവളുടെ മേൽ സ്വാധീനമില്ലാത്തത് കൊണ്ടും അവൾക്ക് മാത്രം പറയാൻ പറ്റും ഇതാ കർത്താവിൻ്റെ ദാസി എന്ന്. കാരണം കർത്താവിൻ്റെ എന്നുള്ള ഒരു പദം വളരെ ഇമ്പോർട്ടൻ്റാണ്. ബാക്കി ഇതാ എന്ന് പറയുന്നതും ദാസി എന്ന് പറയുന്നത് നിൽക്കട്ടെ. കർത്താവിൻ്റെ, ഞാൻ കർത്താവിൻ്റേതാണ് എന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവവുമായിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റാണ്. കാരണം പിന്നീട് എൻ്റെ ലൈഫ് കർത്താവിൻ്റേതാകാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നുണ പറയുകയാണ് ദൈവസമക്ഷം ചെയ്യുന്നത്. കർത്താവിൻ്റെ എന്ന് പറയുന്നതിൽ ഒരിക്കലും പാപക്കറകൾ, പാപത്തിൻ്റെ മാലിന്യം ഉണ്ടാവില്ല. കാരണം അത് കർത്താവിൻ്റേതാണ്. കർത്താവിൻ്റേതായിട്ടുള്ളതൊന്നിലും അപൂർണതയില്ല, ലോകത്തിൻ്റെ അംശവും ഉണ്ടാവുകയില്ല. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റേതാവുക എന്നുള്ളതാണ് പരിശുദ്ധമ്മ നമുക്ക് തന്നിരിക്കുന്ന പാഠം. രണ്ടാമത്തെ രഹസ്യത്തിലേക്ക് കടക്കുമ്പോൾ എലിശാമ്മയെ പരിശുദ്ധ കന്യകാമറിയം ചെന്ന് കണ്ട് അതിനുശേഷം അവിടെ 3 മാസക്കാലം അമ്മ വിശുദ്ധ എലിസബത്തിനോട് കൂടെ ചിലവഴിച്ചു. അമ്മയുടെ ജീവിതത്തിലെ 3 മാസം എലിസബത്തിന് കൊടുത്തു എന്ന് പറയുമ്പോൾ എലിസബത്തിനെ സംബന്ധിച്ച് എത്രയോ ഭാഗ്യവതിയാണ്. ലോകത്തിൻ്റെ അമ്മ, അല്ലെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാൻ എന്ന് പറഞ്ഞ അമ്മയെ സ്വീകരിച്ചപ്പോൾ 3 മാസത്തേക്ക് ആ സ്വീകരണം നീണ്ടു നിന്നു എന്നുള്ളതാണ്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചുവോ എന്ന് പറഞ്ഞുകൊണ്ട് എളിമയിൽ പരിശുദ്ധമ്മയെ സ്വീകരിച്ചപ്പോൾ അമ്മ അവിടം വിട്ടുപോരാതെ 3 മാസക്കാലം അവളെ ശുശ്രൂഷിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, അത് കർത്താവിൻ്റെ വലിയ കരുണയാണ്. പ്രിയമുള്ള ദൈവജനമേ, പരിശുദ്ധ അമ്മ
സ്തോത്രഗീതം പാടിയത് എലിസബത്തിൻ്റെ ഭവനത്തിൽ വെച്ചിട്ടാണ്, നസ്രത്തിലെ തിരുക്കുടുംബത്തിലല്ല. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുശ്രൂഷ വേളയിൽ അമ്മയുടെ ഹദരത്തിൽ നിന്ന് പുറപ്പെട്ടതാണ് അമ്മയുടെ പേരിൽ അറിയപ്പെടുന്ന സ്തോത്രഗീതം എന്ന് പറയുന്നത്. അമ്മയുടെ പേരിൽ അറിയപ്പെടുന്ന സ്തോത്രഗീതം. ഈ സ്തോത്രഗീതത്തിൻ്റെ പ്രത്യേകത, ഇത് നമ്മൾ അർത്ഥം മനസ്സിലാക്കി ധ്യാനിച്ചാൽ, വായിച്ചാലോ പ്രാർത്ഥിച്ചാലോ അല്ല, അർത്ഥം മനസ്സിലാക്കി സ്തോത്രഗീതം ധ്യാനിച്ചാൽ സാത്താൻ ചിതറി ഓടും നമ്മളിൽ നിന്ന്. സന്ദേശം ലഭിച്ചവർക്ക്, മെസ്സേജ് ഉള്ളവർക്ക് അത് കാണാനും പറ്റും. മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ കൊടുത്തിരിക്കുന്ന എൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ സംരക്ഷിക്കൂ എന്ന് പറഞ്ഞ് തീരുന്ന ആ ഒരു എന്താ പറയുക, ഒരു വലിയൊരു സത്യമോ വലിയൊരു പ്രഖ്യാപനമോ വലിയൊരു എന്താ പറയുക സാത്താനെതിരെയുള്ള വലിയൊരു കൂട്ടമോ ആണ് പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ സ്തോത്രഗീതം. ഈ സ്തോത്രഗീതം പരിശുദ്ധ അമ്മ ആലപിച്ചതും അമ്മ പ്രാർത്ഥിച്ചതും ധ്യാനിച്ചതും എലിസബത്തിനെ സന്ദർശിച്ചാൽ മാത്രമല്ല, എലിസബത്തിനോട് കൂടെ ആയിരുന്നപ്പോൾ അമ്മ സ്തോത്രഗീതം പാടിയെങ്കിൽ അമ്മയ്ക്ക് സ്തോത്രഗീതം പാടുവാൻ എലിസബത്ത് ഒരുക്കിയ സാഹചര്യമാണ് മാതൃഭക്തര് അമ്മയ്ക്ക് വേണ്ടി ഒരുക്കേണ്ടത്. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എല്ലാ ദിവസവും കൊന്തയുടെ ഓരോ മണികളിലും സ്തോത്രഗീതം പ്രാർത്ഥിക്കുന്ന ആളാണ്. ഓരോ മണികളിൽ 59 മണിയുണ്ടെങ്കിൽ 59 തവണ എല്ലാ ദിവസവും മറിയത്തിൻ്റെ സ്തോത്രഗീതം പ്രാർത്ഥിക്കും. ശുശ്രൂഷയുടെ തിരക്കുണ്ടെങ്കിൽ മാത്രം അത് ചെയ്യാറില്ല, അല്ലെങ്കിൽ ഇത് നിത്യവും ചെയ്യും. മറിയത്തിൻ്റെ സ്തോത്രഗീതം ഓരോ മണികളിൽ ഓരോ സ്തോത്രഗീതം പ്രാർത്ഥിക്കുമ്പോൾ ആ മണികളിലേക്കെല്ലാം അഭിഷേകം കടന്നു വരും. അപ്പോൾ എലിസബത്ത് പരിശുദ്ധ അമ്മയെ സ്വീകരിക്കാൻ, അമ്മയെ സ്വീകരിച്ച മനോഭാവം എന്താണോ, ഈ മനോഭാവമാണ് മരിയ ഭക്തർക്ക് മാതാവിനോട് ഉണ്ടാകേണ്ടത്. ഈ മനോഭാവത്തിൽ പരിശുദ്ധ അമ്മയെ ഞാനും നിങ്ങൾ സ്വീകരിച്ചാൽ എൻ്റെ ഭവനത്തിൽ പരിശുദ്ധ അമ്മ പുതിയൊരു സ്തോത്രഗീതം ആലപിക്കും. എൻ്റെ ജീവിതാവസ്ഥകളിൽ, എൻ്റെ ആത്മീയ മേഖലകളിൽ അമ്മ എനിക്ക് വേണ്ടി പുതിയൊരു സ്തോത്രഗീതം ആലപിക്കും. അതാണ് അമ്മയുടെ പ്രസൻസ്, അമ്മ എന്നോട് കൂടെ ആയിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രയോ തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട് പ്രിയപ്പെട്ടവർ, ലോകത്തിൽ എത്രയോ വിശുദ്ധാത്മാക്കളുണ്ട്. പക്ഷേ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങൾ, മരിയൻ അപ്പാരിഷൻസ് നിങ്ങൾ എടുത്തു നോക്കിക്കോ, അവിടെയെല്ലാം അമ്മ പ്രത്യക്ഷപ്പെട്ടത് ആരാലും ശ്രദ്ധിക്കപ്പെടാത്തവരിലാണ് അമ്മ തിരഞ്ഞെടുത്തത്. ആരാലും ശ്രദ്ധിക്കപ്പെടാത്തവരെ അമ്മ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. ആരും ശ്രദ്ധിച്ചിട്ടില്ല, അവരെപ്പറ്റി കേട്ടുകേൾവി പോലും ഇല്ലാത്ത മക്കളെ അമ്മ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് അമ്മയെ കാണുവാൻ, അവരുടെ നഗ്ന നേത്രങ്ങൾക്ക് അമ്മ ഭാഗ്യം കൊടുത്ത് അവരിലേക്ക് പരിശുദ്ധമ്മ കടന്നു വന്നു. അപ്പോൾ അമ്മ അവരുടെ മുന്നിൽ എത്തി നിൽക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ലോകത്തിലേക്ക് ഒരു സന്ദേശം കൊടുക്കാൻ. ഈ മക്കളെ അമ്മ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ മക്കളിൽ അമ്മ കണ്ട ഗുണം, അതാണ് മരിയ ഭക്തരിൽ ഉണ്ടായിരിക്കേണ്ട ഗുണം. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എലിസബത്തിലുണ്ടായിരുന്ന ഗുണവും അമ്മയുടെ ഈ ലോകത്തിലുള്ള പ്രത്യക്ഷീകരണങ്ങളിൽ അമ്മ തന്നെ കാണിച്ചു കൊടുക്കുവാൻ തിരഞ്ഞെടുത്ത മക്കളിൽ അമ്മ കണ്ട ഗുണവും, ഇതാണ് മരിയ ഭക്തർക്കുണ്ടാകേണ്ട ഗുണം. പ്രിയപ്പെട്ട ദൈവജനമേ, ഓർക്കുക, നിങ്ങൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് കേൾക്കുക എന്ന് പറഞ്ഞാൽ അമ്മയുടെ അടുത്തേക്ക് വരിക എന്ന് പറയുന്നത് എളുപ്പമല്ല. അതാണ് നമ്മുടെ ഈ ധ്യാനത്തിൻ്റെ എണ്ണം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ധ്യാനത്തിന് വന്നിരിക്കുന്നവരുടെ എണ്ണം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്കിയുള്ള ധ്യാനത്തിനല്ല ഈ ചാപ്പൽ ഫുള്ളാണ്. പക്ഷേ ഈ ധ്യാനത്തിന് നിങ്ങൾ കണ്ടില്ലേ, തിരഞ്ഞെടുക്കപ്പെട്ടവരേ ഉള്ളൂ. അർഹതയില്ലാത്തവരാരും എത്തപ്പെട്ടിട്ടില്ല. അതാണ് പരിശുദ്ധ അമ്മ. വിളിക്കപ്പെട്ടവരെ മാത്രം ഒരുമിച്ച് കൂട്ടുന്ന അമ്മ. വിളിക്കപ്പെട്ടവർ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ പള്ളി മുഴുവൻ ഫുള്ളാണ്. നിറഞ്ഞു നിൽക്കുന്ന ഈ ആലയത്തിൽ കുറച്ച് പേര്, ഞാൻ വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു എത്ര പേരുണ്ടാവും എന്നുള്ളത്. കറക്റ്റായിട്ട് അതേ കൗണ്ടേ ഉള്ളൂ ഇവിടെ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അമ്മ തിരഞ്ഞെടുത്ത ലിസ്റ്റിൽ നിങ്ങൾ പെട്ടില്ലേ പ്രിയപ്പെട്ടവരെ? അതാണ് അമ്മയുടെ പരിശുദ്ധമായ തിരഞ്ഞെടുപ്പ്. അമ്മയിലൂടെ ദൈവത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി, എളുപ്പമല്ല. കാരണം അമ്മയിലൂടെ എത്തുമ്പോൾ അമ്മയുടെ 7 വ്യാകുലങ്ങളിലൂടെ ഈശോയിലേക്ക് എത്തണം. അമ്മയുടെ 7 വ്യാകുലങ്ങളിലൂടെ ഈശോയിലേക്ക് എത്തണം. ഈ കൂട്ടത്തിലും ഇഷ്ടപ്പെടാതെ വന്നവരുണ്ട്.
നിർബന്ധിച്ച് ചേരപ്പെട്ടവരുമുണ്ട്. അതും പരിശുദ്ധ അമ്മയുടെ തിരഞ്ഞെടുപ്പ് തന്നെയാണ്. അതും പരിശുദ്ധ അമ്മയുടെ തിരഞ്ഞെടുപ്പാണ്. കാരണം അമ്മയെക്കുറിച്ച് കേൾക്കാൻ ഭാഗ്യം ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ സഭയോട് ചേരുന്ന യേശുവിന് വേണ്ടി ജീവിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് പ്രിയപ്പെട്ടവരെ. ആ തിരഞ്ഞെടുപ്പിലേക്ക് പരിശുദ്ധ അമ്മ നിങ്ങളെ കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ വലിയ സ്നേഹമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കുക. അല്ലെങ്കിൽ ഈ ധ്യാനത്തിൽ നിങ്ങൾക്ക് എത്താൻ പറ്റില്ല, ഈ ധ്യാനത്തിലേക്ക് വരാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ പറയുമ്പോൾ ഒത്തിരി എക്സ്ക്യൂസസ് പറയും. ജോലി ഉണ്ടായിരുന്നു, വാഹനമില്ലായിരുന്നു, ഇതെല്ലാം നമ്മൾ പറയുമെങ്കിലും ഈ ജോലിയൊക്കെ ഒരു അസുഖം വന്നാൽ ഈ ജോലിയെല്ലാം നമ്മൾ മാറ്റി വെച്ച് ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്നവരാ. അപ്പം അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല ദൈവത്തിൻ്റെ മുൻപിൽ. എന്നിട്ടും അവർക്ക് വരാൻ പറ്റുന്നില്ലെങ്കിൽ അതാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പിന് ഭാഗ്യം ഉണ്ടായത് നിങ്ങൾക്കാണ്. കാരണം എന്നെ കാണാനുള്ള, എൻ്റെ വചനം കേൾക്കാനല്ല, അമ്മ നിങ്ങളെ കൊണ്ടുവന്നു എന്നുള്ളതാണ് മാത്രം. അമ്മ നിങ്ങളെ കൊണ്ടുവന്നു, അമ്മയെ കേൾക്കാൻ അമ്മ നിങ്ങളെ അനുവദിച്ചു എന്നുള്ളതാണ്. ഇവിടെ രണ്ടാമത്തെ രഹസ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. പരിശുദ്ധ അമ്മ ഏലീശോയുടെ അടുത്ത് ചെന്ന് അവളെ സന്ദർശിച്ചു. ഏലീശുവ എന്ന് പറയുന്ന അമ്മയുടെ ചാർച്ചക്കാരി, വൃദ്ധ എന്ന വചനം അവളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്നുള്ള ബുക്ക് നിങ്ങളെടുത്ത് വായിക്കും. അതിനകത്ത് ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ഈ വചനത്തിനകത്ത് നിന്ന് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഞാൻ എടുക്കുന്നില്ല. ഈ ഒരു പുസ്തകം ധ്യാനിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ നിന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എപ്പോൾ എടുത്താലും അത് കിട്ടിക്കോളുമല്ലോ. അതുകൊണ്ടാണ് ഇത് മാത്രമേ ഞാൻ എടുക്കുള്ളൂ, വചനം മാത്രം. ആ വചനത്തിൻ്റെ അകത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഏലീശുവ എന്ന് പറയുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ? അവൾ വൃദ്ധയാണ്. അവൾക്കതുവരെ സന്താന സൗഭാഗ്യം ഉണ്ടായിരുന്നില്ല. മാറ്റി വയ്ക്കപ്പെട്ട ഒരു സ്ത്രീ, ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ശപിക്കപ്പെട്ട ഒരു സ്ത്രീ. കാരണം എന്താ? കുഞ്ഞുങ്ങളില്ല. വൃദ്ധയായി, പ്രതീക്ഷകൾ അസ്തമിച്ചു, ഇനിയൊരു സാധ്യതയില്ല. അപ്പോൾ അവിടെ ആ ഒരു സ്ത്രീയെ കർത്താവായ ദൈവം മാറ്റിവെച്ചു. എന്തിനു വേണ്ടിയിട്ട്? ലോകരക്ഷകൻ്റെ വരവ് എന്ന് പറയുന്ന മംഗളവാർത്ത ലോകത്തെ അറിയിക്കുമ്പോൾ ഒരു സാക്ഷ്യപേടകം ആവശ്യമുണ്ട്. ആ മംഗളവാർത്ത അറിയിക്കുന്ന സമയത്ത് ഒരു സാക്ഷ്യത്തിന് വേണ്ടിയിട്ട് മംഗളവാർത്തയോട് ചേർത്ത് വെച്ച് വായിക്കാൻ ഒരു സ്ത്രീയെ ലോകം തിരഞ്ഞെടുത്തത് മനുഷ്യൻ നിന്ദിച്ചതിനെ, അതായത് ശപിക്കപ്പെട്ടു എന്ന് മനുഷ്യനാൽ വിളിക്കപ്പെട്ടത്. കാരണം എന്താ? കുഞ്ഞുങ്ങളില്ല, വൃദ്ധയായി. അതിനെ ദൈവം മാറ്റിവെച്ചില്ലേ അമ്മ സന്ദർശിക്കാനും അമ്മയോട് മാലാഖ ഈ സ്ത്രീയുടെ കാര്യം പറയാൻ തക്ക വിധത്തിൽ അമ്മ, പ്രിയപ്പെട്ട ദൈവജനമേ, ആ മകളെ ചെന്ന് സന്ദർശിക്കാൻ തക്ക വിധത്തിൽ ഈ ഒരു സ്ത്രീയെ ദൈവം മാനിച്ചതിന് കാരണമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം കടന്നു വരുമ്പോഴാണ് പരിശുദ്ധ അമ്മ നമ്മിലും എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊരു അവബോധം നമുക്ക് കിട്ടുകയുള്ളൂ. അതല്ലെങ്കിൽ നമ്മളും വിചാരിക്കും, ഈ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചിട്ട്, ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചിട്ട് എനിക്കെന്തും മെച്ചമുണ്ടായി എന്നുള്ളത്. നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ട് ഈ ക്രിസ്ത്യാനി അല്ലാതെ മറ്റു മതത്തിൽ ഞാൻ ചെന്ന് പെട്ടില്ല, മറ്റു വിശ്വാസങ്ങളിൽ ഞാൻ പോയില്ല. അവിടെയും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുണ്ട് പ്രിയപ്പെട്ടവരെ. ഇവിടെ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു വരുമ്പോൾ അമ്മയുടെ ഉദരത്തിലുള്ള ശിശുവുണ്ട്, എലിസബത്തിൻ്റെ ഉദരത്തിലുള്ള ശിശുവുണ്ട്. കണ്ടുമുട്ടുന്ന സമയമുണ്ട്. അവിടെ രണ്ടമ്മമാർ, രണ്ട് കുഞ്ഞുങ്ങൾ. പ്രിയപ്പെട്ട ദൈവജനമേ, ചിന്തിക്കുക. അവിടെ എലിസബത്തിനടുത്തേക്ക് അമ്മ കടന്നു ചെല്ലാൻ അമ്മയെ പ്രേരിപ്പിച്ച ഘടകം ഗബ്രിയേൽ മാലാഖയുടെ സന്ദേശമാണ്. ഗബ്രിയേൽ മാലാഖ വന്നു പറഞ്ഞത് സ്വർഗത്തിൽ നിന്നുള്ള അയക്കപ്പെട്ട ദൂതുമായി അമ്മയുടെ അടുത്ത് വന്നപ്പോൾ, അപ്പോൾ സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട ദൂതൻ ആരെക്കുറിച്ചുള്ള ദൂത് കൊടുത്തുവോ ആ വ്യക്തിയിലേക്ക് പരിശുദ്ധ അമ്മ തിടുക്കത്തിൽ പുറപ്പെടാനുള്ള തിടുക്കത്തിൻ്റെ കാരണം ഈ ദൂതനിലൂടെ നൽകിയത് സ്വർഗമായതുകൊണ്ട് സ്വർഗത്തിൻ്റെ കാര്യത്തിൽ തിടുക്കം ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഹല്ലേലൂയ. സ്വർഗത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അലംഭാവം കാണിക്കരുത്. സ്വർഗമെന്ന് പറയുന്ന പ്രാർത്ഥനാ ജീവിതത്തിൽ ദൈവത്തെ കണ്ടുമുട്ടാനുള്ള തിടുക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ, പ്രിയമുള്ള ദൈവജനമേ, അമ്മ എന്ന് പറയുന്ന അനുഭവം, പ്രത്യക്ഷീകരണം നിങ്ങൾക്ക് ലഭിക്കത്തില്ല. അമ്മ എന്ന് പറയുന്ന അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവില്ല.
അമ്മ എന്ന് പറയുന്ന അനുഭവം പ്രിയപ്പെട്ടവരെ, അത് തന്നെയാണ് ക്രിസ്ത്യാനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല ധ്യാനം എന്ന് പറയുന്നത്. അമ്മ എന്ന് പറയുന്ന അനുഭവമാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ലഭിക്കാവുന്ന ഏറ്റവും നല്ല ധ്യാനം. ഈ ധ്യാനം കൂടിയ വ്യക്തിയാണ് വിശുദ്ധ സ്നാപക യോഹന്നാൻ. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ വഴിയൊരുക്കുവാൻ ഏറ്റവും ബെസ്റ്റ് മാർഗം തിരഞ്ഞെടുത്തു. കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചു. കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായിട്ട് സ്നാപകൻ മാറ്റപ്പെട്ടു. കർത്താവിനെ പ്രതി കാരാഗൃഹത്തിൽ അകപ്പെട്ടു. ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണപ്പോഴും 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളും ക്രിസ്തുവിന് വേണ്ടി പ്രഥമ രക്തസാക്ഷിത്വം വരിച്ചു. ക്രിസ്തു ഭൂമിയിലേക്ക് ജനിച്ചു വീണപ്പോൾ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളായ 2ഉം അതിൽ താഴെയും പ്രായമുള്ള കുഞ്ഞുങ്ങൾ യേശുവിനെ പ്രതി രക്തസാക്ഷികളാക്കി മാറ്റപ്പെട്ടു. ക്രിസ്തുവിൻ്റെ കടന്നുവരവോടുകൂടെ രക്തസാക്ഷിത്വം ആരംഭിക്കുക. നിങ്ങൾ ചിന്തിച്ചേ, ഈശോയ്ക്ക് വേണ്ടി, കർത്താവിന് വേണ്ടി സ്വന്തം ജീവൻ ബലി കൊടുത്ത് കർത്താവിനെ ലോകത്തിലേക്ക് സ്വീകരിക്കാൻ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കുഞ്ഞുങ്ങളുടെ മരണത്തിൽ പോലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഓരോരുത്തരുടെയും മരണത്തിൽ പോലും ഉണ്ട്. നിങ്ങളുടെ ജനനത്തിൽ മാത്രമല്ല ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ്, മറിച്ച് നിങ്ങളുടെ മരണത്തിലും ദൈവത്തിനൊരു തെരഞ്ഞെടുപ്പുണ്ട്. നമ്മുടെ മരണം ദൈവത്തിന് വേണ്ടിയുമാകാം, നമ്മുടെ മരണം ഏതെങ്കിലും ഒരു പാപത്തെ പ്രതിയുള്ള ശിക്ഷയ്ക്ക് വേണ്ടിയുമാകാം, നമ്മുടെ മരണം നമ്മുടെ സാത്താൻ്റെ ആധിപത്യം നമ്മുടെ മേൽ കടന്നു വന്നത് മൂലമാകാം, നമ്മുടെ മരണം ഏതെങ്കിലും ഒരു രോഗകാരണം മൂലമാകാം, നമ്മുടെ മരണം കുടുംബത്തെ പ്രതി വേദനിച്ചാകാം. പല രീതിയിൽ മരണമെന്ന് പറയുന്ന ആ ഒരു സ്പിരിറ്റ്, ആ ഒരു അരൂപി നിന്നിലേക്ക് കടന്നു വരുന്നെങ്കിൽ, ആ അരൂപി അനുഗ്രഹപ്രദമാക്കണമെങ്കിൽ ദൈവത്തെ പ്രതി മരിക്കാൻ നമ്മൾക്ക് ഭാഗ്യം ലഭിക്കണം. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി മരിക്കാനുള്ള ഭാഗ്യം ലഭിക്കുമ്പോഴാണ് മരണം എന്ന് പറയുന്ന അരൂപി നമുക്ക് അനുഗ്രഹത്തിൻ്റെ ആത്മാവായിട്ട് മാറ്റപ്പെടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ മരണത്തിൻ്റെ കാരണമാണ് ഒരു വ്യക്തിയുടെ മുഴുവൻ ജീവിതത്തെക്കുറിച്ച് വിലയിരുത്തുന്നത് അവൻ്റെ മരണത്തോടുകൂടെയാണ്. അതിനു മുൻപ് മറ്റുള്ളവരുടെ മുൻപിൽ നല്ല മുഖം മാത്രം കാണിക്കാൻ എനിക്കും നിങ്ങൾക്കും അറിയാം. പക്ഷേ മരണത്തോടുകൂടെ ആ മുഖം പൊളിച്ചെടുക്കാൻ ദൈവത്തിന് പറ്റും. മറ്റുള്ളവരുടെ മുൻപിൽ നല്ലതായിരിക്കും നമ്മളെല്ലാ കാര്യത്തിലും. ആർക്കും കാണാതെ, ആർക്കും പിടികൊടുക്കാതെ തെറ്റിൽ ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്കും അറിയാം. ആരും അറിയത്തില്ല. പക്ഷേ മരണത്തോടുകൂടെ ആ വികൃതമായിട്ടുള്ള അവസ്ഥ വെളിവാക്കപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, മരണത്തോടുകൂടെ തീരുന്ന ഇഹലോകവാസം, മരണത്തോടുകൂടെ തീർന്ന് മരണത്തിൽ ആരംഭിക്കുന്ന ദൈവത്തോടുള്ള വാസം, മരണത്തോടുകൂടെ ആരംഭിക്കുന്നതാണ് ആത്മാവിൻ്റെ ദൈവത്തോടുകൂടെയുള്ള വാസമെങ്കിൽ, അതിനെ മികവുറ്റതാക്കാൻ ദൈവത്തോടു കൂടെയുള്ള വാസം അഭിഷേകമാകണമെങ്കിൽ ആ അഭിഷേകം ആരംഭിക്കുന്നത് മരണമെന്ന് പറയുന്ന ആത്മാവിൻ്റെ ജനനത്തിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവ് ജനിക്കുകയാണ്. എൻ്റെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ വീണ്ടും ജനനമാണ് മരണമെങ്കിൽ, എൻ്റെ മരണം എങ്ങനെയാണോ അതനുസരിച്ച് എൻ്റെ ആത്മാവിൻ്റെ ജനനമാണ്. അപ്പോൾ ആത്മാവിൻ്റെ ജനനമനുസരിച്ച് അത് സ്വർഗത്തിൽ ദൈവത്തോട് ചേർക്കപ്പെടും. എൻ്റെ മരണത്തോടുകൂടെ എൻ്റെ ആത്മാവിൻ്റെ ജനനമനുസരിച്ച് അത് ശുദ്ധീകരണ സ്ഥലത്തിലേക്കും എൻ്റെ ആത്മാവിൻ്റെ ജനനം നരകത്തിലേക്കും. 3 തലങ്ങളിലേക്ക് എൻ്റെ മരണശേഷം എൻ്റെ ആത്മാവ് ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തോടു കൂടെ എൻ്റെ ആത്മാവിന് ജീവിക്കാൻ ദൈവസന്നിധിയിൽ എൻ്റെ ആത്മാവിന് ജന്മം കൊടുക്കലാണ് എൻ്റെ മരണമെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മരണത്തിന് ഒരു സ്റ്റാൻഡേർഡുണ്ട്. എൻ്റെ മരണത്തിൻ്റെ സ്റ്റാൻഡേർഡ് അതിനുശേഷമുള്ള ആത്മാവിൻ്റെ വാസസ്ഥലം അനുസരിച്ചാണ്. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എൻ്റെ മരണത്തോടുകൂടെയാണ് ദൈവം കാണിച്ചു തരുന്നത്. നമ്മൾ ചിന്തിക്കും മരണത്തോടുകൂടെ തീർന്നു എന്ന്. മരണമാണ് ആത്മാവിൻ്റെ വിധി എഴുതുന്നത് പ്രിയപ്പെട്ടവരെ.
അപ്പോൾ ആത്മാവിൻ്റെ വിധി എഴുതാൻ മരണത്തെ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ ക്രിസ്തുവിൻ്റെ മരണത്തെ. ക്രിസ്തുവിൻ്റെ മരണത്തിന് മുൻപ് യേശു ക്രിസ്തു പറഞ്ഞു, എൻ്റെ ആത്മാവിനെ പിതാവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുക. എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിലേക്കും എൻ്റെ ശരീരത്തെ അമ്മയിലേക്കും ഞാൻ സമർപ്പിക്കുകയാണ്. ക്രിസ്തു ജനിച്ചപ്പോൾ അമ്മ സ്വീകരിച്ചു. ക്രിസ്തു മരിച്ചപ്പോഴും ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരം പരിശുദ്ധ അമ്മ തന്നെ സ്വീകരിച്ചു. ജനിച്ചപ്പോഴും മരിച്ചപ്പോഴും യേശുവിനെ സ്വീകരിക്കാൻ ഒരേ ഒരാൾക്കേ ഭൂമിയിൽ അർഹതയുള്ളൂ. അത് പരിശുദ്ധ കന്യക മറിയത്തിന് മാത്രമാണ്. അപ്പോൾ ഈശോ പറയുന്നു, എൻ്റെ ആത്മാവിനെ പിതാവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ആത്മാവിനെ ദൈവസമക്ഷം സമർപ്പിക്കാൻ ഈ ലോകത്തിലെ വാസം 33 വർഷമെടുത്തു കർത്താവിന് ലോകത്തെ നന്നാക്കാൻ. ദൈവം എടുത്തത് 33 വർഷമാണ്. ഒന്നും ദൈവമായ കർത്താവ് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് തരില്ല. ഇപ്പോൾ പ്രാർത്ഥിച്ച് ഇപ്പോൾ ഉത്തരം കിട്ടണം, അത് ക്രിസ്തീയതയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഈ കാര്യത്തിൽ ഇപ്പോൾ ഒരു ആൻസർ കിട്ടണം എന്ന് പറയുന്നത് ക്രിസ്തീയതയല്ല. പുത്രനായ ദൈവം പോലും ലോകരക്ഷയ്ക്ക് വേണ്ടി വന്ന ഉടനെ കുരിശിലേക്ക് കയറിയില്ല. 33 വർഷക്കാലം ലോകത്തിൽ ജീവിച്ച് വിവിധ ജീവിത സാഹചര്യങ്ങളിലൂടെ മനുഷ്യരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ട് മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടതിന് ശേഷമാണ് ലോകരക്ഷ എന്ന് പറയുന്ന ഏക പരമയാഗത്തിന് അവൻ കുരിശോട് ചേർക്കപ്പെട്ടത്. അപ്പം അതുകൊണ്ട് തന്നെ ഇൻസ്റ്റൻ്റായിട്ടല്ല കർത്താവ് ലോകത്തെ രക്ഷിച്ചത്. പെട്ടെന്നല്ല, സഡൻ ഒരു കാര്യം കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ചെയ്യുകയുമില്ല. അത് ക്രിസ്തീയതയല്ല. പെട്ടെന്നൊരു കാര്യം നിനക്ക് സാധിച്ചു കിട്ടുന്നുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൽ നിന്നും അല്ല. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പെട്ടെന്നൊരു കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടി എവിടെയെങ്കിലും ചെന്നപ്പോൾ, അത് യേശു ക്രിസ്തുവിൽ നിന്നായിരിക്കില്ല പ്രിയപ്പെട്ടവരെ. യേശു ക്രിസ്തുവിൽ നിന്ന് പുറപ്പെടുന്നതെല്ലാം സാവകാശമേ പുറപ്പെടുകയുള്ളൂ. അത് പുറപ്പെട്ട് നിന്നിൽ വന്നു ചേർന്നാൽ അതെന്നേക്കും നിന്നിൽ നിലനിൽക്കുന്നതുമായിരിക്കും. നിന്നിൽ നിന്നതൊരിക്കലും എടുത്തു മാറ്റപ്പെടുന്നതുമായിരിക്കില്ല. അതുകൊണ്ട് ക്രിസ്തുവിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടോ, നിൻ്റെ അടുത്തെത്താൻ അതിൻ്റേതായിട്ടുള്ള സമയമെടുക്കും. അത് നിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ കാലഘട്ടവുമായിരിക്കും. ആ വിശുദ്ധീകരണത്തിൻ്റെ കാലഘട്ടം കഴിയുമ്പോഴേ, ഇപ്പോൾ ഞാനൊരു നിയോഗം സമർപ്പിച്ചു, അതിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ ദൈവം സ്വീകരിച്ചു. അത് കർത്താവ് എത്ര നാൾ ആപ്ലിക്കേഷൻ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അത്രയും നാൾ നിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ കാലഘട്ടമാണ്. നീ സ്വയം വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ ആപ്ലിക്കേഷൻ കർത്താവ് ഒന്ന് ഓപ്പൺ ചെയ്ത് അതിൻ്റെ റിസൾട്ട് നിനക്ക് തരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സമർപ്പണം ദൈവത്തിന് സമർപ്പിക്കുന്നത് പരിശുദ്ധ അമ്മ വഴിയാണെങ്കിൽ ഈശോ ഒരിക്കലും ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാതിരിക്കില്ല. കിട്ടിയ ഉടനെ ഓപ്പൺ ചെയ്യണമോ? പരിശുദ്ധ അമ്മയാണ് അതിന് നമ്മെ സഹായിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം അമ്മ വഴി ആവശ്യപ്പെട്ടാൽ ഈശോ അത് കാലതാമസം വരുത്താതെ നമ്മിലേക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വചനത്തിൽ പ്രകാരം വായിക്കുന്ന ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലുള്ള മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സഖറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. ആമേൻ, ഹല്ലേലൂയ. പരിശുദ്ധമ്മ യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു ഭവനത്തിൽ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടിട്ട് സഖറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. വീട് സഖറിയായുടേതാണ്, പക്ഷെ അമ്മ അഭിവാദനം ചെയ്തത് എലിസബത്തിനെയാണ്. ശ്രദ്ധിക്കുക, വീട് സഖറിയായുടേതെന്ന് പറയുന്നു, അമ്മയുടെ അഭിവാദനം സ്വീകരിച്ചത് എലിസബത്താണ്. പ്രിയമുള്ള ദൈവജനമേ, നമ്മളായിരിക്കുന്ന അവസ്ഥകളിൽ നമ്മളെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയാണിത്. നമ്മളായിരിക്കുന്ന അവസ്ഥകളിൽ നമ്മളെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി. നീ ഏത് തരത്തിലുള്ള ജീവിത സാഹചര്യത്തിലാണെങ്കിലും നിന്നെ വന്ന് അഭിവാദനം ചെയ്യൽ, അതായത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയിൽ ആശ്രയിക്കാൻ അമ്മ നിന്നെ അനുവദിക്കുന്ന ആ ഒരു തലം, അതാണ് പരിശുദ്ധ അമ്മ വന്ന് എലിസബത്തിനെ അഭിവാദനം ചെയ്തു എന്ന് പറയുന്നത്. എലിസബത്തിനെ അഭിവാദനം ചെയ്തു. രണ്ടാമത്തെ രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ അഭിവാദനം ചെയ്യുക
എന്ന് പറയുന്ന പരിശുദ്ധ അമ്മയുടെ എളിമയുടെ വിട്ടുകൊടുക്കലിൻ്റെ വിധേയത്വത്തിൻ്റെ പരിശുദ്ധാത്മ സ്വീകരണത്തിൻ്റെ മനോഭാവത്തെ കാണിച്ചു കൊടുക്കാനാണ് പരിശുദ്ധമ്മ രണ്ടാമത്തെ രഹസ്യത്തിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളുടെ രണ്ടാമത്തെ രഹസ്യം ധ്യാനിക്കുമ്പോൾ ശുശ്രൂഷ മനോഭാവത്തെ ദൈവകരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതായത് എന്നിൽ രൂപപ്പെട്ട പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കാൻ എപ്പോഴെങ്കിലും യാത്ര പുറപ്പെട്ടിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കുക. എന്നിൽ ദൈവം നൽകിയ പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കുവാൻ എപ്പോഴെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധമ്മ എലിസബത്തിനെ സന്ദർശിച്ചതാണ്. യൂദയായിലുള്ള മലമ്പ്രദേശം എന്ന് പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായിട്ട് ബൈബിളിലുള്ള മല എന്നുദ്ദേശിക്കുന്നത് പ്രാർത്ഥനാനുഭവമാണ്. മലമ്പ്രദേശത്തുള്ള ഭവനത്തിൽ അമ്മ സന്ദർശിച്ചു എന്ന് പറയുമ്പോൾ അമ്മയുടെ സന്ദർശനം തെറ്റി ഒരു ഭവനത്തിലേക്ക് എത്തിയതല്ല. ഈ മലമ്പ്രദേശത്തുള്ള ഈ ഭവനത്തെയും ഈ എലിസബത്തിനെയും കുറിച്ച് അമ്മയോട് പറഞ്ഞത് പ്രിയപ്പെട്ട ദൈവജനമേ വിശുദ്ധ ഗബ്രിയേലാണ്. എലിസബത്തിനെ കുറിച്ച് പറഞ്ഞു എന്നുള്ളതാണ്. എലിസബത്തിൻ്റെ ഭർത്താവിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് പറയാത്തെ? എന്തുകൊണ്ടാണ് എലിസബത്തിൻ്റെ ഭർത്താവിനെ കുറിച്ച് അവിടെ ഒന്നും മെൻഷൻ ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? എലിസബത്തിൻ്റെ ഭർത്താവ് ആരായിരുന്നു? പുരോഹിതനാണ്. ഈ പുരോഹിതനെ ഒരിക്കലും ഈ ഗബ്രിയേൽ മാലാഖ അഭിവാദനത്തിൽ പുരോഹിതൻ്റെ പേര് ചേർത്തിട്ടില്ല. പകരം ഇവിടെ എലിസബത്തിൻ്റെ പേര് മാത്രം ചേർത്തു. അതായത് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ച്, ദൈവാനുഭവം ലഭിച്ച വ്യക്തിയെ സംബന്ധിച്ച് വീണ്ടും ഒരു ദൈവാനുഭവത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കരുത്, ലഭിക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ അറിഞ്ഞ വ്യക്തിക്ക് വീണ്ടും ദൈവാനുഭവം ദൈവം കൊടുത്തുകൊണ്ടിരിക്കില്ല. ദൈവാനുഭവം നിൻ്റെ ജീവിതത്തിൽ ഒരു തവണ നിനക്ക് ലഭിച്ചു, നീ ദൈവത്തെ തിരിച്ചറിഞ്ഞു, പിന്നെ ആ ദൈവാനുഭവത്തിൽ ജീവിക്കുക എന്നുള്ളത് നിൻ്റെ ഉത്തരവാദിത്വമാണ്. പിന്നെ ആ ദൈവാനുഭവത്തിലായിരിക്കുന്ന വ്യക്തി ചെയ്യുന്ന ഓരോ പാപത്തിനും തീവ്രത, കാഠിന്യം കൂടുതലാണ്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, എലിസബത്തിനെ ദൈവം സന്ദർശിക്കാനായിട്ട് പരിശുദ്ധ അമ്മയോട് കർത്താവായ ദൈവം പ്രേരണ കൊടുത്ത് അമ്മ യാത്ര പുറപ്പെട്ടപ്പോൾ അവിടെ പറയുന്നു, സക്രിയായുടെ ഭവനത്തിൽ പ്രവേശിക്കുകയും എലിസബത്തിനെ അഭിവാദനം ചെയ്യുകയും ചെയ്ത മറിയത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, മറിയത്തെ അങ്ങോട്ട് വിടാനുള്ള ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, അതിനുവേണ്ടി ആ സക്രിയ എന്ന് പറയുന്ന പുരോഹിതനെ ദൈവസന്നിധിയിൽ നിലനിർത്താനുള്ള ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്. കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന കുടുംബത്തിൽ പരിശുദ്ധ അമ്മയുടെ സന്ദർശനത്തെ നിങ്ങൾക്കിതിനെ കാണാനായിട്ട് പറ്റും. കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന കുടുംബങ്ങളിൽ, കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന മക്കളുടെ കുടുംബങ്ങളിൽ പരിശുദ്ധമ്മ ഇതുപോലെ സന്ദർശിക്കും പ്രിയപ്പെട്ടവർ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ എന്തെങ്കിലും ആയി തീരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്തൃ ശുശ്രൂഷകരായി തീരുക. നിങ്ങൾ എന്തെങ്കിലും ആയിത്തീരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് എത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ ശുശ്രൂഷകൻ, പ്രവാചകൻ എന്നുള്ള പൊസിഷനിലേക്ക് എത്താനായിട്ട് നിങ്ങൾ പ്രയത്നിക്കുക. കാരണം അപ്പോൾ നിൻ്റെ ചാർച്ചക്കാരി അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും വചനത്തിൽ വായിക്കുന്നു, എലിസബത്തിന് അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. മറിയത്തിൻ്റെ അഭിവാദനം എലിസബത്തിൽ പരിശുദ്ധാത്മ സ്വീകരണത്തിന് കാരണമായി മാറി. മറിയത്തിൻ്റെ അഭിവാദനം എലിസബത്തിൽ പരിശുദ്ധാത്മ സ്വീകരണത്തിന് കാരണമായി. രണ്ടാമത്തെ രഹസ്യം ധ്യാനിച്ചപ്പോൾ പരിശുദ്ധാത്മ സ്വീകരണത്തെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകണം. എലിസബത്ത് മറിയത്തെ സ്വീകരിച്ച എലിസബത്തിൻ്റെ മനോഭാവം നിങ്ങൾ ശീലിച്ചിട്ടുണ്ടാകണം. എലിസബത്തിനെ സന്ദർശിക്കാൻ അമ്മ എലിസബത്തിൽ കണ്ട യോഗ്യത നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ടാകണം. അതുകൂടാതെ അമ്മയുടെ അഭിവാദനം സ്വരം ശ്രവിക്കലാണ്
സന്തോഷത്തിൻ്റെ രഹസ്യത്തിലെ രണ്ടാമത്തേത് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടേണ്ട കൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളിൽ രണ്ടാമത്തെ രഹസ്യം ധ്യാനിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടേണ്ട കൃപ എന്ന് പറയുന്നത്, പ്രിയപ്പെട്ട ദൈവജനമേ, അമ്മയുടെ അഭിവാദനം സ്വീകരിക്കുക. അഭിവാദനത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ എൻ്റെ ആത്മാവിനെ അനുവദിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം നമ്മൾ ഈ രണ്ടാമത്തെ രഹസ്യം ധ്യാനിക്കുമ്പോൾ അമ്മ കടന്നു വരുന്നത് പുത്രനെയും കൊണ്ടാണ്. രണ്ടാമത്തെ രഹസ്യത്തിൽ അമ്മ കടന്നു വന്നത് പുത്രനെയും കൊണ്ടാണ്. എന്നാൽ പുത്രൻ ലോകത്തിന് വെളിവാക്കപ്പെട്ടിട്ടില്ല, അമ്മയ്ക്ക് മാത്രം വെളിവാക്കപ്പെട്ട പുത്രനെയും കൊണ്ട് അമ്മ രണ്ടാമത്തെ രഹസ്യത്തിൽ നിന്നെ കാണാൻ കടന്നു വരുന്ന സമയമാണ് ജപമാല പ്രാർത്ഥനയിൽ നമ്മൾ ധ്യാനിക്കുന്ന രണ്ടാമത്തെ രഹസ്യം. എപ്പോഴെല്ലാം പ്രിയപ്പെട്ട ദൈവജനമേ എൻ്റെ കണ്ണ് നനയിക്കുന്ന ആഴമേറിയ ദുഃഖത്തിലേക്ക് ഞാൻ പോകുന്നുണ്ടോ, ആ സമയത്ത് രണ്ടാമത്തെ സന്തോഷത്തിൻ്റെ രഹസ്യം ധ്യാനിച്ചാൽ അവിടെ ദൈവസ്നേഹത്താൽ നിങ്ങൾ നിറയപ്പെടും. ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സിൽ ആഴമേറിയ ദുഃഖം, ആഴമേറിയ സങ്കടം, ആർക്കും ആശ്വസിപ്പിക്കാൻ പറ്റാത്തൊരു തലം നിങ്ങളുടെ ആത്മാവിലും മനസ്സിലും കടന്നു വന്നിട്ടുണ്ടോ? സന്തോഷത്തിൻ്റെ രഹസ്യത്തിലെ രണ്ടാമത്തെ രഹസ്യം നിങ്ങൾ ധ്യാനിച്ചോ? അവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് ആശ്വാസമല്ല, മറിച്ച് നിങ്ങളിൽ ദൈവസ്നേഹം നിറയപ്പെടും. ദൈവസ്നേഹം നിങ്ങളിൽ നിറയപ്പെടാൻ അത് കാരണമാകും. നിങ്ങൾ ഏതവസ്ഥയിൽ ആത്മീയമായിട്ട് പീഡ അനുഭവിക്കുന്നുവോ ആ അവസ്ഥയിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ പരിശുദ്ധ അമ്മ വഴി മോചിപ്പിക്കുന്നതാണ് രണ്ടാമത്തെ രഹസ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയുടെ അഭിവാദന സ്വരം ശ്രവിച്ചപ്പോൾ അവിടെ വചനം ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു: എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി, എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആദ്യം നടന്നത് എലിസബത്തിൽ പരിശുദ്ധാത്മ സ്വീകരണമല്ല, മറിച്ച് അമ്മയുടെ അഭിവാദനം ആദ്യം സ്വീകരിച്ചത് ഉദരത്തിലായിരുന്ന സ്നാപകനാണ്. ഉദരത്തിലേക്ക് കുതിച്ചു ചാടാൻ പറ്റിയ തരത്തിൽ സ്നാപകൻ ആ അഭിവാദനം സ്വീകരിച്ച് കുതിച്ചു ചാടിയപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുവാനായിട്ട് എലിസബത്തിൻ്റെ ഉദരത്തിൽ യേശുവിന് വഴിയൊരുക്കേണ്ടവൻ ഉണ്ടാകണം എന്നുള്ള ദൈവകൽപ്പനയുടെ പൂർത്തീകരണം അവിടെ സംഭവിച്ചു കഴിഞ്ഞു. രണ്ടാമത്തേത്, എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ അമ്മ എലിസബത്തിനെ സന്ദർശിക്കേണ്ട ആവശ്യകതയും അവിടെ എടുത്തു കാട്ടുകയാണ്. അപ്പോൾ അവിടെ സ്നാപകൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. കാരണം എന്താ? അമ്മയാണ് സ്നാപകനിലേക്ക് കടന്നു ചെന്നത്. പരിശുദ്ധമ്മ സ്നാപകനിലേക്ക് കടന്നു ചെല്ലുക എന്ന് പറഞ്ഞാൽ അമ്മ ചെന്ന് അഭിവാദനം, അമ്മയുടെ അഭിവാദനം ശ്രവിക്കുക എന്ന് പറയുന്ന തലം നിങ്ങളൊന്ന് ചിന്തിച്ചേ പ്രിയപ്പെട്ട ദൈവജനമേ. നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങൾ ഉറങ്ങുന്നവരൊക്കെ ഒന്ന് ആലോചിച്ചേ. അമ്മയുടെ അഭിവാദനം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അമ്മ കൂടെയുള്ള പുത്രനെ സ്വീകരിക്കലാണ്. പുത്രൻ എവിടെയുണ്ടോ സ്വർഗം മുഴുവനും അവിടെയുണ്ട്. പുത്രൻ എവിടെയുണ്ടോ സ്വർഗം മുഴുവൻ അവിടെയുണ്ട്. അമ്മ ഉദരത്തിൽ പുത്രനെയുമായിട്ട് എലിസബത്തിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പുത്രനോടുകൂടെ അമ്മയോട് കൂടെയുള്ള സ്വർഗം എലിസബത്തിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ അഭിവാദനം, അമ്മ അഭിവാദനം അർപ്പിക്കുമ്പോൾ സ്വർഗം മുഴുവൻ്റെ അഭിവാദന സ്വരമാണ് ആ ഭവനത്തിന് ലഭിക്കുന്നത്. അതിന് കാരണം എന്താ? സക്കറിയ പുരോഹിതനായിരുന്നു എന്നുള്ളതാണ്. സക്കറിയയുടെ പൗരോഹിത്യത്തിൻ്റെ ആ ഒരു അവസാന കാലഘട്ടങ്ങളിൽ ആ പൗരോഹിത്യത്തിൻ്റെ അഭിഷേകം അവനിലേക്ക് കടന്നു വന്നത് പാഴായിട്ടില്ല. ക്രിസ്തുവിന് വേണ്ടി വേല ചെയ്യുന്ന ഒരു മക്കളുടെ കുടുംബവും കുടുംബത്തെയും കർത്താവ് തള്ളിക്കളയത്തില്ല. ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി നീ ചെയ്തിട്ടുണ്ടോ, നിൻ്റെ കുടുംബത്തെ കർത്താവ് ഒരിക്കലും തകരാൻ സമ്മതിക്കില്ല. ഏതവസ്ഥയിലൂടെ നീ പോയാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്യും. നീ എത്ര പാപത്തിൽ വീണു പോയാലും നിൻ്റെ ആത്മാവ് നശിക്കാൻ ദൈവം ഒരിക്കലും അനുവദിക്കില്ല. അതാണ് ദൈവ ശുശ്രൂഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത്.
ഒരിക്കലും ആ കുടുംബം തകരില്ല. അവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ, അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. കാരണം ദൈവത്തെ പ്രഘോഷിക്കുന്നവൻ സ്വർഗത്തെയാണ് പ്രഘോഷിക്കുന്നത്. സ്വർഗത്തെ പ്രഘോഷിക്കുന്നവൻ ദൈവരാജ്യമാണ് മനുഷ്യർക്കിടയിൽ കൊടുക്കുന്നത്. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, പ്രത്യാശയോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്വാസകോശത്തിൻ്റെ കെട്ട് കർത്താവ് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തിയുടെ ശ്വാസകോശത്തിൻ്റെ കെട്ട് കർത്താവ് ഇപ്പോൾ അഴിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവ് കാണിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിരസിൻ്റെ പിൻഭാഗത്തുള്ള വേദന കർത്താവ് എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മുട്ടുകുത്താൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നൊരു മകളെ കർത്താവ് മോചനിപ്പിക്കുന്നു. മുട്ടുകുത്തി ദൈവത്തെ ആരാധിക്കാനുള്ള കൃപയും ആരോഗ്യവും ആ മകൾക്ക് ഈശോ കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയാണ്. അമ്മ സ്വീകരിച്ച പരിശുദ്ധാത്മാവ് അമ്മയിൽ നിലനിൽക്കാൻ ഉള്ള സമയം പോലും അമ്മ കൊടുത്തില്ല. അതിനു മുമ്പ് അമ്മ തിടുക്കം കാണിച്ചു. നേടിയെടുത്ത പരിശുദ്ധാത്മാവിനെ അനേകർക്ക് കൊടുക്കാനുള്ള തിടുക്കം. ഇതാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വ്യക്തിയുടെ പ്രത്യേകത. ലഭിച്ച പരിശുദ്ധാത്മാവ് ഒരിക്കലും നിനക്കുള്ളതല്ല. നീ നേടിയെടുത്ത പരിശുദ്ധാത്മാവ് ഒരിക്കലും നിന്നിൽ നിലനിൽക്കാൻ നീ സമ്മതിക്കരുത്. അനേകർക്ക് വിളമ്പിക്കൊടുക്കാൻ ഒരു തിടുക്കം ഉണ്ടാകണം നിങ്ങളുടെ ജീവിതത്തിൽ. എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് അമ്മ കടന്നു ചെല്ലാൻ അമ്മയിൽ പ്രവർത്തിച്ച ഇന്ധനമാണ് മാലാഖ വഴി സ്വർഗം അമ്മയിൽ കൊടുത്ത പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത്. അതുതരം ഇന്ധനമാണ്. പരിശുദ്ധാത്മാവ് ശരിക്കും നമ്മളിൽ പ്രവർത്തിക്കുന്നൊരു ഇന്ധനമാണ്. എത്ര ദൂരത്തും ഓടാൻ പറ്റും. ഏത് അനാരോഗ്യത്തിൻ്റെ സമയത്തും കർത്താവിന് വേണ്ടി ചാടി ഓടി നടക്കും. എത്ര ക്ഷീണമാണെങ്കിലും ശുശ്രൂഷയിൽ ക്ഷീണം തോന്നത്തില്ല. എത്ര നിങ്ങൾ കെട്ടുപോയ അവസ്ഥയാണെങ്കിലും ശുശ്രൂഷയിൽ ഈ ഇന്ധനം വർക്ക് ചെയ്യും. ഈ ഇന്ധനം നിങ്ങളെ ഇങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. അത് നിങ്ങളുടെ അലസതയുടെ സമയത്ത് ഈ ഇന്ധനം നിങ്ങൾക്ക് ഏറ്റവും വലിയ ദുരിതവുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തി അലസതയിൽ പെട്ടുപോയാൽ, അതായത് ഇപ്പം എന്നുള്ളൊരു കൃപ വഴി ഏതെങ്കിലും ഒരു ശുശ്രൂഷ വഴി എനിക്ക് ആത്മാവിനെ നൽകപ്പെട്ടു, ഞാൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. പിന്നീട് അങ്ങോട്ട് ഈ സ്വീകരിച്ച ആത്മാവുണ്ടെന്നുള്ള ബോധ്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഞാൻ അലസതയിലേക്കും ഫോൺ അഡിക്ഷൻസിലേക്കും മറ്റു പല കാര്യങ്ങളിലേക്കും പോവുകയാണോ, ആ കുടുംബത്തിൻ്റെ കാര്യം പോക്ക. ആ വ്യക്തിയുടെ ആത്മീയ ജീവിതവും കെട്ടുപോകും. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന വ്യക്തി മുന്നോട്ടുള്ള പ്രയാണത്തിന് ആവശ്യമായിട്ടുള്ള ഫ്യുവലാണ് സംഭരിക്കുന്നത്. അത് ഓടിത്തീർത്തില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലത് സൂക്ഷിച്ചു വെക്കും തോറും നിങ്ങൾക്കത് ദുരിതമാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുണ്ടോ? പകർന്നു കൊടുക്കാനായിട്ടുള്ള തിടുക്കമുണ്ടാകണം നിങ്ങൾക്ക്. മറ്റൊരുവന് പകർന്നു കൊടുക്കാൻ, നേടിയെടുത്ത പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള തിടുക്കം നിങ്ങൾക്ക് ഉണ്ടാകണം. അതല്ലെങ്കിൽ എലിസബത്തിൻ്റെ സന്ദർശനം എന്ന് പറയുന്ന സന്തോഷത്തിൻ്റെ രണ്ടാമത്തെ രഹസ്യം ഉത്ഭവിക്കത്തില്ലായിരുന്നു. അപ്പോൾ പരിശുദ്ധമ്മയിലേക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ് അമ്മ അവിടെ ചെന്ന് പ്രഘോഷിച്ചത് എന്താ? അഭിവാദനമാണ്. അമ്മ അവിടെ ചെന്ന് പ്രഘോഷിച്ചത് അഭിവാദനം. അമ്മ ചെന്ന് അറിയിക്കുകയാണ്. അമ്മ ചെന്ന് അഭിവാദന സ്വരം ദൈവത്തിൻ്റെ മുന്നിലേക്ക് അഭിവാദന സ്വരവുമായിട്ട് പരിശുദ്ധ അമ്മ ദൈവവുമായിട്ട് ദൈവത്തിൻ്റെ മുന്നിലേക്കല്ല, എലിസബത്തിൻ്റെ മുന്നിലേക്ക് ദൈവത്താൽ അയക്കപ്പെട്ട അമ്മ അഭിവാദന സ്വരവുമായിട്ട് അവിടെ ചെല്ലുമ്പോൾ ഉദരത്തിൽ ഉള്ളത് കുതിച്ചു ചാടുക. അതായത് നിങ്ങളിൽ പരിശുദ്ധാത്മാവുണ്ടോ, നിങ്ങൾ കടന്നു ചെല്ലുന്നിടമുള്ള വിശുദ്ധിയുടെ മേഖലകൾക്കും അത് തിരിച്ചറിയാൻ പറ്റും. അശുദ്ധാത്മാക്കൾക്കും നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളിൽ പരിശുദ്ധാത്മുണ്ടെങ്കിൽ തിരിച്ചറിയാനായിട്ട് പറ്റും. ഇപ്പം ഇവിടെ നിങ്ങൾ ഈ ഒരു 3 ദിവസം നിങ്ങൾ സ്വീകരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ നിന്ന് 4-ാമത്തെ ദിവസം അല്ലെങ്കിൽ 3-ാമത്തെ ദിവസം വൈകിട്ട് നിങ്ങൾ ചെല്ലുന്നിടത്തുള്ള തിന്മകളെ ചെറുക്കാനും തിന്മകളെ തുരത്താനും ആവശ്യമായിട്ടുള്ള ഇന്ധനമാണത്. നിങ്ങൾ കടന്നു ചെല്ലുന്ന വഴികളിൽ നിന്ന് ഈവിൾ സ്പിരിറ്റ് ചിതറിയോടും. കാരണം നിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടെന്നുള്ളത് അവന് ബോധ്യപ്പെടും. കാരണം
അമ്മയെക്കുറിച്ച് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ പരിശുദ്ധാത്മാവ് നിറയും. അമ്മയെക്കുറിച്ച് കേൾക്കാൻ സാത്താൻ ചില വ്യക്തികളെ സമ്മതിക്കത്തില്ല, മാറ്റി നിർത്തും, അകറ്റി നിർത്തും. അമ്മയെ കേട്ടാൽ ഏതെല്ലാം വ്യക്തികൾ രക്ഷിക്കപ്പെടുമോ അതെല്ലാം അമ്മയിലേക്ക് എത്താൻ തടസ്സമായിരിക്കും. അമ്മയെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് അലസത വരും, ക്ഷീണം വരും, തളർച്ച വരും, മടി വരും, ഉറക്കം വരും. അമ്മയെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പല വിചാരം വരും. അമ്മയെക്കുറിച്ച് കേൾക്കുമ്പോൾ ജീവിതത്തിൽ ഇല്ലാത്ത അവിടെ നിന്ന് വലിയ അടുത്ത അറ്റത്തുള്ളൊരു ഉത്കണ്ഠ, ഇപ്പോഴത്തെ ഉത്കണ്ഠ പോലെ നമ്മൾ ഏറ്റെടുക്കും. അമ്മയെക്കുറിച്ച് കേൾക്കുമ്പോൾ ജീവിതത്തിലില്ലാത്ത എല്ലാ ആകുലതകളും ഒരേ സമയം വരുന്നതായിട്ട് നമുക്ക് തോന്നും മനസ്സിൽ. മൈൻഡ് ചെയ്യരുത്, കാരണം സാത്താൻ നിങ്ങളുടെ ചിന്തകളെ അകറ്റി വഴി മാറ്റി വിടുന്നതാണ്. നിങ്ങളത് മനസ്സിലേക്ക് എടുക്കരുത്. കാരണം അമ്മ വന്നാൽ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ അവിടെ ക്രമപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തുന്നവളാണ്. അമ്മ ക്രമപ്പെടുത്തും. അമ്മയെല്ലാം അടുക്കും ചിട്ടയിലേക്കുമാക്കി മാറ്റും. അമ്മ ഒരുമിച്ച് കൂട്ടും. അമ്മ പറഞ്ഞയക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധ അമ്മ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് വന്നു. അമ്മ അവിടെ വന്ന് കാര്യങ്ങൾ ക്രമപ്പെടുത്തി സ്നാപകനെ പറഞ്ഞയച്ചു. എങ്ങനെ പറഞ്ഞയച്ചു? 3 മാസക്കാലത്തെ ട്രെയിനിങ് പീരീഡിന് ശേഷം സ്നാപകനെ പറഞ്ഞയക്കുകയാണ്. പരിശുദ്ധ അമ്മ, എൻ്റെ പുത്രന് വഴിയൊരുക്കാൻ നീ പോകണം, അതിനുവേണ്ടി നിന്നെ ഞാൻ 3 മാസക്കാലം ശുശ്രൂഷിക്കുക. നിന്നെ ഞാൻ 3 മാസക്കാലം ശുശ്രൂഷിക്കുക. എലിസബത്തിനെ അല്ല, യഥാർത്ഥത്തിൽ സ്നാപകനെയാണ് അമ്മ ശുശ്രൂഷിക്കുന്നത്. കാരണം സ്നാപകനിലൂടെ തൻ്റെ പുത്രൻ ലോകത്തിലേക്ക് കടന്നു വരുവാൻ വഴിയൊരുക്കാൻ പോകേണ്ടവനെ അമ്മ വഴി നയിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ള ദൈവജനമേ, അപ്പോൾ രണ്ടാമത്തെ രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ സന്തോഷം എന്ന് പറയുന്ന അവസ്ഥ രണ്ടാമത്തെ രഹസ്യത്തിൽ എവിടെയാണ് കിടക്കുന്നത്? സ്നാപകനിൽ ഉണ്ട് സന്തോഷം. കാരണം എന്താ? അവിടെ സ്നാപകൻ കണ്ടെത്തിയ സന്തോഷം എന്താണ്? ക്രിസ്തുവിന് വഴിയൊരുക്കാൻ ആവശ്യമായിട്ടുള്ള എനർജി അവൻ സംഭരിച്ചു. എങ്ങനെ? പരിശുദ്ധ അമ്മയുടെ അഭിവാദനത്തിലൂടെ. ക്രിസ്തുവിന് വഴിയൊരുക്കാൻ സാധാരണ ഒരഭിഷേകം കൊണ്ട് സാധിക്കത്തില്ല. അതിനു വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ വേണമെന്നുണ്ടായിരിക്കെ പരിശുദ്ധ അമ്മ സ്നാപകനെ കണ്ട് അവനെ അഭിവാദനം ചെയ്തപ്പോൾ അവൻ കുതിച്ചു ചാടുകയാണ്. അമ്മയിലുണ്ടായിരുന്ന തിടുക്കം സ്നാപകൻ കാണിക്കുക. അമ്മയിൽ എത്രത്തോളം തിടുക്കം ഉണ്ടായിരുന്നോ ആ തിടുക്കമാണ് സ്നാപകനിൽ അറിയപ്പെടുന്നത്. കുതിച്ചു ചാടുക, ഇപ്പം തന്നെ ഇറങ്ങി ഓടണം ഈശോയ്ക്ക് വേണ്ടിയിട്ട് എന്നുള്ള അവസ്ഥയിലേക്ക് സ്നാപകനെ കൊണ്ടുവരുവാൻ അമ്മയുടെ അഭിവാദനത്തിന് ശക്തി ഉണ്ടായത് എവിടുന്നാ? ഗബ്രിയേൽ മാലാഖ പറഞ്ഞു, നിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വരും, നിൻ്റെ മേൽ അത്യുന്നതൻ്റെ ശക്തി ആവസിക്കും. സ്വീകരിച്ച അഭിഷേകമാണ് പ്രിയപ്പെട്ടവരെ പകർന്ന് കൊടുത്തത്. സ്വീകരിച്ചത് പകർന്നു കൊടുക്കാനുള്ളതാണ്, നിലനിൽക്കാനുള്ളതല്ല. ഒരഭിഷേകവും നമ്മിൽ നിലനിൽക്കരുത്. പകർന്നു കൊടുക്കുന്തോറും പുതിയ അഭിഷേകത്താൽ നിങ്ങൾ നിറയപ്പെടും. അഭിഷേകം നിലനിൽക്കാൻ അനുവദിച്ചാൽ പുതിയ അഭിഷേകത്തെ സ്വീകരിക്കുകയില്ല നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ പകർന്നു കൊടുക്കുന്ന പാത്രങ്ങളായിട്ട് മാറ്റപ്പെടണം. ഹല്ലേലൂയ. കാനായിലും പരിശുദ്ധ അമ്മ വഴി പ്രവർത്തിച്ച അത്ഭുതത്തിൽ കാലിയായത് നിറയ്ക്കാനേ ഈശോ പറഞ്ഞുള്ളൂ. കാലിയായ കൽഭരണികളാണ് വീഞ്ഞായിട്ട് മാറുവാൻ സാക്ഷികളാക്കിയത്. കാലിയായതിനെ നിറച്ചു, നിറഞ്ഞിരിക്കുന്നതിലേക്ക് കർത്താവ് ചെന്നില്ല എന്നുള്ളത് തിരിച്ചറിയണേ. കാലിയായപ്പോഴാണ് ക്രിസ്തുവിൻ്റെ എൻട്രി വന്നത്. അതുകൊണ്ട് ലഭിച്ച പരിശുദ്ധാത്മാവിനെ കാലിയാക്കുക. എങ്ങനെ? പാപം ചെയ്തല്ല, പകർന്നു കൊടുത്ത് കാലിയാക്കാൻ പറ്റും. ഈശോയെ, നീ എനിക്ക് തന്ന ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഇത്രയും നിനക്ക് വേണ്ടി തന്നു. അതാണ് താലന്തുകളുടെ ഉപമയിൽ ആദ്യത്തേത് നമ്മൾ വായിക്കുന്നത്. 5 ലഭിച്ചവൻ 5 കൂടെ സമ്പാദിച്ചില്ലേ? എങ്ങനെ സമ്പാദിച്ചു? 5 ലഭിച്ചപ്പോൾ ആ 5-ൽ നിന്ന് 5-ലേക്ക് അവനെത്തി 10 മാറ്റാനുള്ള കൃപ എവിടെ നിന്ന് കിട്ടി? ഇല്ലായ്മയിൽ നിന്നല്ല 5 നേടിയെടുത്തത്, കിട്ടിയതിൽ നിന്നാണ് പകർന്നു കൊടുത്ത് 5 നേടിയെടുത്തതെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അനേകർക്ക് പകർന്നു കൊടുക്കാൻ ക്ലാസ്സുകളായിട്ട്, അറിവായിട്ട്, പുണ്യപ്രവൃത്തിയായിട്ട്, സഹനമായിട്ട്, പ്രാർത്ഥനയായിട്ട്, മധ്യസ്ഥതയായിട്ട് പകർന്നു കൊടുത്താൽ, കരുണ കാണിക്കലായിട്ട്, സ്നേഹപ്രകടനങ്ങളായിട്ട് നമ്മൾ പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ ദൈവം
പുതിയത് നിറയ്ക്കും. നിങ്ങളിൽ പുതിയ അഭിഷേകം ദൈവം തരും. അത് ആദ്യത്തെ ലെവലായിരിക്കില്ല. നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യപ്പെടും. നിങ്ങൾ അഭിഷേകത്തിൻ്റെ തലത്തിൽ അപ്ഗ്രേഡ് ചെയ്യപ്പെടും. എന്നും ഒരേ പ്രാർത്ഥനക്കാരനായിരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനുവദിക്കില്ല. എന്നും ഒരു വ്യക്തി പ്രാർത്ഥനക്കാരൻ എന്നുള്ള ലേവലിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാഭിഷേകമല്ല. അവൻ ലഭിച്ച അഭിഷേകം പകർന്നു കൊടുക്കാത്തത് കൊണ്ടാണ് അവനെന്നും ആ ലേബലിൽ അറിയപ്പെടുന്നത്. പ്രിയമുള്ള ദൈവജനമേ, ലഭിച്ചതിനെ പകർന്നു കൊടുത്ത് നീ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് വരുമ്പോൾ ക്രിസ്തു കടന്നു വരുവാൻ അമ്മ ക്രിസ്തുവിനെ കൊണ്ട് കാനായിലെ വീട്ടിലോട്ട് കടന്നു വന്നതുപോലെ നിന്റെ അടുത്തേക്ക് കടന്നു വരും. അവൻ അമ്മ വഴി നിന്റെ പരിചാരകരോട് പറയും, വെള്ളം ഒഴിച്ച് നിറച്ച് വയ്ക്കാൻ. ഒന്നുമില്ലാത്ത ശൂന്യമായ അവസ്ഥകളിലേക്ക് ദൈവം പറയും വെള്ളം നിറയ്ക്കാൻ. ആ വെള്ളത്തിനെ വീഞ്ഞാക്കി മാറ്റുവാൻ കെൽപ്പുള്ളവൻ നിന്റെ വീടിൻ്റെ ഉമ്മരപ്പടിയിലുണ്ടെന്നുള്ളത് മറക്കരുത്. ഹല്ലേലൂയാ! അഭിഷേകത്തോടെ ഹല്ലേലൂയാ! പ്രത്യാശയോടെ ഹല്ലേലൂയാ! വിശുദ്ധിയോടെ ഹല്ലേലൂയാ! ചൈതന്യത്തോടെ ഹല്ലേലൂയാ! അവനാണ് നിന്നോട് കൂടെയുള്ള നിന്റെ ദൈവം. അതുകൊണ്ട് ലഭിച്ചതിനെ പകർന്നു കൊടുക്കണേ പ്രിയപ്പെട്ടവരെ. ലഭിച്ചതിനെ പകർന്നു കൊടുത്തില്ലെങ്കിൽ വീണ്ടും തരുവാനുള്ളത് നേടുവാനുള്ള ആ ഒരു യോഗ്യത നിങ്ങളിൽ നിലനിൽക്കുകയില്ല. ദൈവം വീണ്ടും തരാനാണ് പരിശുദ്ധാത്മാവിന് നൽകിയത്. ആദ്യം ലഭിച്ചത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് വീണ്ടും തരുന്നത്. വീണ്ടും വചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. ലോകത്തിലുള്ള സകല മക്കൾക്കും ദൈവം ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ആ പ്രാർത്ഥന ആരിലൂടെ പഠിപ്പിച്ചുവോ ആ വ്യക്തിയുടെ ഉദരത്തിൽ ദൈവത്തെ നയിക്കാനുള്ളവൻ, ദൈവത്തിന് വഴിയൊരുക്കാനുള്ളവൻ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയുടെ ഉത്ഭവമാണ് സന്തോഷത്തിൻ്റെ രഹസ്യത്തിലെ രണ്ടാമത്തേത് നമ്മൾ ധ്യാനിക്കുന്നത്. നന്മ നിറഞ്ഞ മറിയമേ എന്ന് നമ്മൾ ജപമാല പ്രാർത്ഥനയിൽ ചൊല്ലുന്ന പ്രാർത്ഥനയുടെ ഉത്ഭവമാണ് ജപമണികളിലെ രണ്ടാമത്തെ സന്തോഷത്തിൻ്റെ രണ്ടാമത്തെ രഹസ്യത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത്. അപ്പോൾ ഈ ധ്യാനം, ഈ രണ്ടാമത്തെ രഹസ്യം ധ്യാനിച്ചില്ലെങ്കിൽ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ളത് എങ്ങനെ നമ്മൾ ചൊല്ലും പ്രിയപ്പെട്ടവരെ? ആ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന എലിസബത്തിനെ പരിശുദ്ധ അമ്മയിലൂടെ പഠിപ്പിച്ച സ്വർഗത്തിൻ്റെ ആ ഒരു ജ്ഞാനം എലിസബത്തിലേക്ക് കടന്നു വന്നു. എങ്ങനെ കടന്നു വന്നു? അമ്മയുടെ അഭിവാസന സ്വരം എലിസബത്തിൻ്റെ ഉദരത്തിലുള്ള ശിശു കേൾക്കാൻ തക്ക വിധത്തിൽ എലിസബത്ത് ഒരുങ്ങി എന്നുള്ളതാണ്. എലിസബത്ത് ഒരുങ്ങി. എങ്ങനെയാണ് ഒരുങ്ങിയത്? ശിശുവിനെ ഒരുക്കി. ശിശു അമ്മയുടെ അഭിവാദനം സ്വീകരിച്ചപ്പോൾ എലിസബത്തിനേക്കാൾ ഉപരി എലിസബത്തിൻ്റെ ഉദരത്തിലായിരുന്നവൻ പരിശുദ്ധമ്മയുടെ അഭിവാദന സ്വരം കേട്ടു. അഭിവാദന സ്വരം കേട്ടു. പ്രിയമുള്ള ദൈവജനമേ, പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സാത്താൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന പ്രാർത്ഥന നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന. കാരണം ഇത് വചനമാണ്. ഇത് പറഞ്ഞ ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത, ആ പ്രാർത്ഥന രൂപപ്പെടാനുള്ള കാരണം ഗബ്രിയേൽ മാലാഖ അമ്മയോട് അരുളി ചെയ്തു, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയ്ക്ക് ഒരു കുഞ്ഞ് ഉദരത്തിലുണ്ട്. ഈ പ്രാർത്ഥന ഉത്ഭവപ്പെട്ട വഴിയാണ്. നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്തിന് ഉദരത്തിലൊരു കുഞ്ഞുണ്ടത് 6-ാം മാസമാണ്. ഇതൊന്നാമത്തെ തലം. ഈ വാക്ക് കേട്ട ഉടനെ അമ്മ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായി നിൽക്കുന്ന അമ്മ എലിസബത്തിനെ കാണാൻ ചെന്നു. രണ്ടാമത്തെ തലം. മൂന്നാമത്തേത്, ഈ പ്രാർത്ഥന എലിസബത്തിനെ പഠിപ്പിക്കാൻ അമ്മ എലിസബത്തിനെ അഭിവാദനം ചെയ്തു. നാലാമത്തെ അവസ്ഥ, ഈ അഭിവാദനം എലിസബത്ത് സ്വീകരിക്കുമ്പോൾ ഉദരത്തിലുള്ള അഭിവാദനം സ്വീകരിച്ച യേശുവിന് വഴിയൊരുക്കേണ്ടവൻ അഭിവാദനത്തെ സ്വീകരിച്ചപ്പോൾ എലിസബത്തിലേക്ക് നൽകപ്പെട്ട അഭിവാദനം 2 വഴികളിലേക്ക് തിരിഞ്ഞു. അതായത്
ആ പ്രാർത്ഥന തലമുറകളിലേക്കും കടന്നു ചെന്നു. പ്രസൻറ്റ് സിറ്റുവേഷനിലേക്കും ആ പ്രാർത്ഥന കടന്നു ചെന്നു. ഏത്? അമ്മയുടെ അഭിവാദനം എന്ന് പറയുന്ന തലം. അത് രണ്ടവസ്ഥകളിലേക്ക് ചെന്നു. എലിസബത്തിലേക്കും എലിസബത്തിൻ്റെ തലമുറയിലേക്കും, ഉദരത്തിലായിരിക്കുന്ന സ്നാപകനിലേക്ക് അത് കടന്നു ചെല്ലുക. ഈ രണ്ട് തലത്തിലേക്ക് അമ്മയുടെ അഭിവാദനം കടന്നു ചെന്നു. രണ്ട് തരത്തിൽ എലിസബത്ത് അനുഗ്രഹിക്കപ്പെട്ടു. തലമുറകളുടെ വിശുദ്ധീകരണം വഴി, എലിസബത്തിൻ്റെ വിശുദ്ധീകരണം വഴി, സക്കറിയായുടെ ഭവനത്തിൽ അമ്മ പ്രവേശിച്ചത് വഴി. ഇങ്ങനെ 3 തരത്തിൽ ആ ഭവനത്തിൽ ഒരേ സമയം സ്വർഗത്തിൻ്റെ കടന്നുവരവുണ്ടായി. ഇത്രയും നടന്നു. ആ പറയുന്ന കുഞ്ഞ്, അതായത് എലിസബത്തിൻ്റെ ഉദരത്തിൽ ഉരുവായ കുഞ്ഞ്, അതിൻ്റെ സന്തോഷം അത് പ്രകടിപ്പിച്ചു, അത് കുതിച്ചു ചാടി, അത് സ്വീകരിച്ചു അമ്മയുടെ ധ്യാനത്തെ. പിന്നെ സ്വീകരിക്കാനുള്ളതാണ് എലിസബത്ത് പറയുന്നു, അവൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മിൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ നമ്മളുടെ സംസാരത്തിൽ നിന്ന് അത് പ്രകടമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ, ബൈബിളിൽ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളെല്ലാം ദൈവം പഠിപ്പിക്കാൻ തിരഞ്ഞെടുത്ത വ്യക്തികളെ, അതിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പ്രാർത്ഥനയാണ് നല്ല കള്ളൻ്റെ പ്രാർത്ഥന. ലത്തീൻ ക്രമപ്രകാരം നമ്മൾ ദിവ്യബലി അർപ്പിക്കുമ്പോൾ പരിശുദ്ധ കുർബാന സ്വീകരണത്തിന് തൊട്ടു മുമ്പ് ചൊല്ലുന്ന പ്രാർത്ഥന, നല്ല കള്ളൻ്റെ പ്രാർത്ഥനയെക്കാളുപരി, നമ്മുടെ ശതാധിപൻ്റെ പ്രാർത്ഥന. അവിടെ വിജാതീയന് ദൈവം പഠിപ്പിച്ചു കൊടുത്തൊരു പ്രാർത്ഥന. വിജാതീയൻ ക്രിസ്തുവിനെ കണ്ടപ്പോൾ ചൊല്ലിയൊരു പ്രാർത്ഥന, അങ്ങ് എൻ്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യത ഇല്ലാത്തവനാ, എങ്കിലും നീ ഒരു വാക്ക് കൽപ്പിച്ച് അരുളിയാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. ഈ പ്രാർത്ഥന വിജാതീയൻ യേശുവിനോട് ചൊല്ലിയ പ്രാർത്ഥന പരിശുദ്ധ കുർബാനയാകുന്ന കൂദാശകളുടെ കൂദാശയിൽ പരിശുദ്ധ കുർബാനയാകുന്ന ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിന് തൊട്ടു മുൻപ് ലത്തീൻ ക്രമപ്രകാരം ദിവ്യബലിയിൽ ഈ പ്രാർത്ഥന ചൊല്ലുന്നു. വിജാതീയൻ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ക്രിസ്ത്യാനികൾ ചൊല്ലി യേശുവിനെ സ്വീകരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് ഒന്ന്. രണ്ടാമത്തേത് എലിസബത്തിലൂടെ പഠിപ്പിച്ച പ്രാർത്ഥന. അതിൽ പറയുന്നു, ദൈവ കൃപ നിറഞ്ഞവളായ പരിശുദ്ധ അമ്മയെ ഉദ്ഘോഷിച്ചുകൊണ്ട് എലിസബത്തിലൂടെ സ്വർഗം പഠിപ്പിച്ച പ്രാർത്ഥന, നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന. നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ഓരോ തവണ നമ്മളിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുക. ഇത് ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോഴെല്ലാം എലിസബത്തിനോട് ചേർന്നാണ് നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ ഉരുവിടുന്നത്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുന്ന വ്യക്തിയിൽ എലിസബത്തിൽ നിറഞ്ഞ പരിശുദ്ധാത്മാഭിഷേകം കടന്നു വരും. നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുന്ന വ്യക്തിയിൽ എലിസബത്തിൻ്റെ ഉദരത്തിലായിരുന്ന സ്നാപകൻ്റെ അഭിഷേകം കടന്നു വരും. ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുന്ന വ്യക്തിയിൽ എലിസബത്തിന് അമ്മ കൊടുത്ത അഭിവാദനത്തിൻ്റെ അഭിഷേകം കടന്നു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്തരത്തിൽ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള ജപമാലയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്ന സ്വർഗത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങളുണ്ട്. ഈ രഹസ്യങ്ങളിലെല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന പരസ്യമാക്കപ്പെട്ട അഭിഷേകത്തിൻ്റെ തലവുമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, ഈ രണ്ടാമത്തെ രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് കിട്ടിയ കൃപകൾ ഒന്നാമത്തെ രഹസ്യത്തിനേക്കാൾ വലുതായിട്ട് നമുക്ക് അനുഭവപ്പെടും. കാരണം ഒന്നാമത്തേതിൽ മംഗളവാർത്ത പരിശുദ്ധ അമ്മയ്ക്ക് നൽകപ്പെട്ടു. രണ്ടാമത്തേതിൽ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന അടങ്ങിയിരിക്കുന്നതാണ് രണ്ടാമത്തെ രഹസ്യം. നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ചു തരുവാൻ ദൈവം നിയോഗിച്ചത് എലിസബത്തിനെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ പാഴായി പോയിട്ടില്ല നിങ്ങളുടെ മുഴുവൻ ജീവിതവും. ഒരു നന്മ നിറഞ്ഞ മറിയമേ ഉറച്ച വിശ്വാസത്തിൽ, വിശുദ്ധിയിൽ, പ്രസാദപരാവസ്ഥയിൽ നീ ചൊല്ലിയിട്ടുണ്ടോ, നിൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. കാരണം എലിസബത്തിൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടതാണ് ഈ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ. എലിസബത്തിൻ്റെ ഉദരത്തിലുള്ള ശിശു കുതിച്ച് ചാടിയതാണ്
ഈ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ. അതുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന സ്വർഗം തന്നു എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. ഏത് സഭാവിശ്വാസികൾ ഇതിനെതിരെ നമ്മൾക്കെതിരെ കൊടി പിടിച്ച് വന്നാലും നിങ്ങൾക്ക് പറയാനുണ്ടാകേണ്ട ഉത്തരം സന്തോഷത്തിൻ്റെ രഹസ്യത്തിൽ, രണ്ടാമത്തെ രഹസ്യത്തിൽ നിഗൂഢമായി ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. മറ്റ് സഭാ നേതൃത്വങ്ങൾ നിങ്ങളുടെ അടുത്ത് ഒരു ഡിബേറ്റിന് വന്നാലും ആ ഡിബേറ്റിൽ നിങ്ങൾക്ക് പറയാനുള്ള രഹസ്യമാണ് പരസ്യമാക്കി തരുന്നത് കർത്താവ്. പ്രിയമുള്ള ദൈവജനമേ, നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോൾ അവിടെ അഭിഷേകമാണ്, ആവർത്തന വിരസതയല്ല അനുഭവപ്പെടേണ്ടത്. നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോൾ അഭിഷേകത്തിൽ നമ്മൾ നിറയണം. നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോൾ പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധിയുടെ കിരണങ്ങൾ നമ്മിലേക്ക് അയക്കപ്പെടണം. നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോൾ സാത്താൻ നമ്മൾ ചൊല്ലുന്നത് കേട്ട് നമ്മളെ വിട്ടു ദൂരെ ഓടിപ്പോകണം. അവൻ ഭയന്നു വിറയ്ക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എവിടെയെല്ലാം നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലിക്കൊണ്ട് ഡെലിവറൻസ് മിനിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം സാത്താൻ പറയുന്നൊരു കാര്യമുണ്ട്: അവളുടെ പേര് പറയരുത്, അവളുടെ പേര് പറയരുത്, അവളുടെ പേര് പറയരുത്. അവൾ എന്ന് പോലും പരിശുദ്ധ അമ്മയെ പറ്റി സാത്താന് പറയാൻ പറ്റുന്നില്ല, അവൾ എന്ന് വിളിക്കാൻ പോലും പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന് ചൊല്ലുമ്പോൾ നമുക്ക് വിലയില്ല, നമുക്കറിയില്ല നമ്മൾ ഏത് നാമമാണ് ഉച്ചരിക്കുന്നത്, ആ നാമം എങ്ങനെ ലോകത്തിന് വെളിവാക്കപ്പെട്ടു, ഭാവമില്ലാതെ ആ നാമം എങ്ങനെ ലോകത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളത് മനുഷ്യ മക്കൾക്കറിയത്തില്ല. ഉറങ്ങിയും അലസതയിലും അശ്രദ്ധയിലും പല വിചാരത്തിലും ജപമാല ചൊല്ലിപ്പോയപ്പോഴെല്ലാം നീ നിന്ദിച്ച നാമം ഏതാണെന്നുള്ളത് നമുക്കറിയില്ല, സാത്താനറിയാം. അതുകൊണ്ട് ഈ നാമം ഉച്ചരിക്കാനോ ഈ ജപമാല കയ്യിലെടുക്കാനോ അവൻ നിന്നെ അനുവദിക്കത്തില്ല. ഇത് ചൊല്ലുമ്പോൾ നിനക്ക് ആവർത്തന വിരസത തോന്നും, ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട എന്നുള്ള ചിന്ത നിനക്ക് വരും. കാരണം എന്താ? അവൻ്റെ തലയ്ക്കടിക്കുന്ന കൂടമാണ് അതിലുള്ള ഓരോ മണികളും. പ്രിയപ്പെട്ടവരെ, അവൻ്റെ തലയ്ക്കിട്ടടിക്കുന്ന കൂടങ്ങളാണ് ഓരോ ജപമണികളും. അവന് നിന്റെ ജീവിതത്തിൽ, നിന്റെ ഭവനത്തിൽ, നിന്റെ വ്യക്തിത്വത്തിൽ സാത്താന് നിൽക്കാൻ പറ്റത്തില്ല. ജപമാല ചൊല്ലിയാൽ മതി, അമ്മ കൂടെ ഉണ്ടായാൽ മതി. കാരണം ഞാൻ പറഞ്ഞില്ലേ, എലിസബത്തിന്റെ വീട്ടിൽ അമ്മ സന്ദർശിച്ച ഭാഗം മാത്രം മതി നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയുടെ അന്തസത്ത മനസ്സിലാക്കാനായിട്ട്, അതിലടങ്ങിയിരിക്കുന്ന ദൈവത്വത്തെ മനസ്സിലാക്കാനായിട്ട്, അതിലടങ്ങിയിരിക്കുന്ന ശക്തിയെ മനസ്സിലാക്കാനായിട്ട്. മറഞ്ഞിരിക്കുന്ന ഉദരത്തിലായിരിക്കുന്നവൻ ശ്രവിക്കുന്ന അഭിവാദന സ്വരത്തിന്റെ അഭിഷേകം നന്മ നിറഞ്ഞ മറിയമേയിൽ ഉണ്ടെന്നുള്ളത് സാത്താൻ അറിയാം, മനുഷ്യനറിയത്തില്ല. അവനിങ്ങനെ ചൊല്ലി വെറുതെ അങ്ങനെ പോവുകയല്ലേ. ഇത് നീ ചൊല്ലുമ്പോ, ഇത് നീ വിശുദ്ധിയോടെ വിശ്വാസത്തോടെ ചെല്ലുമ്പോ സാത്താൻ വാലും മടക്കി ഓടും. അനുഭവം ഒത്തിരിയുണ്ട്, ഒത്തിരിയുണ്ട്. അവളുടെ പേര് കേട്ടാൽ പ്രിയപ്പെട്ടവരെ നടുങ്ങി വിറയ്ക്കും സാത്താൻ. അവൻ്റെ സന്തതികൾ, അവൻ്റെ സേനകൾ, അശുദ്ധാത്മ സേനകൾ, ദുഷ്ടാരൂപികൾ, ദുരാത്മാക്കൾ നടുങ്ങി വിറയ്ക്കും. സാത്താൻ്റെ ഏതവസ്ഥയിലുള്ള സേനകളും നടുങ്ങി വിറയ്ക്കും പരിശുദ്ധ അമ്മയുടെ പേര് കേട്ടാൽ. അത്ര ഉണ്ട് അതിന് ദൈവം കൊടുത്ത മഹത്വം, അത്രയുണ്ട് അതിവണക്കത്തിന് അർഹയായ പരിശുദ്ധമ്മയുടെ നാമത്തിലുള്ള അഭിഷേകം. പക്ഷെ നമുക്കറിയത്തില്ല, നമ്മൾ സ്വീകരിച്ചിട്ടില്ല ഈ അഭിഷേകത്തെ. കാരണം ഈ അഭിഷേകം സ്വീകരിക്കുന്ന വ്യക്തി പ്രാപിക്കേണ്ട വിശുദ്ധി നമ്മൾ പ്രാപിക്കാത്തത് കൊണ്ട് ഈ അഭിഷേകത്തെ നമ്മൾ സ്വീകരിച്ചിട്ടില്ല. ഈ അഭിഷേകം സ്വീകരിക്കേണ്ട വ്യക്തി പ്രാപിക്കേണ്ട ചില മാനദണ്ഡങ്ങളുണ്ട്, അത് ഇത്തിരി കട്ടിയാ. കാരണം എന്താണെന്നറിയോ? ഈശോയിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ അമ്മ വഴി എന്നുള്ളതാണ് കർത്താവ് ഒരുക്കിയിരിക്കുന്ന വഴി. അമ്മ വഴി കടന്നു ചെല്ലണമെങ്കിൽ അമ്മ പറഞ്ഞത്, അമ്മ പഠിപ്പിച്ചത്, അമ്മ ചെയ്ത് കാണിച്ച് തന്നത് മുഴുവൻ ചെയ്യേണ്ടി വരും. അതാണ് പരിശുദ്ധിയും എളിമയും വിനയവും. പ്രിയപ്പെട്ടവരെ, ഭയങ്കര വലിയൊരു ടാസ്കാണ്. ഒരു ലോഡ് മണ്ണടിച്ചിട്ട് ഇത് വാരി അപ്പുറം കൊണ്ട് ഇടാൻ പറഞ്ഞാൽ നിങ്ങൾ ഇടും, അവിടെ നിങ്ങളുടെ കായിക അധ്വാനം മതി. പക്ഷേ എളിമയിൽ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കില്ല. നാവടക്കാൻ പറഞ്ഞാലും അടക്കില്ല, അനുസരിക്കാൻ പറഞ്ഞാലും അനുസരിക്കില്ല. ഇത് മൂന്നും അമ്മ ചെയ്ത കാര്യങ്ങളാണ്. ഈ 3 ടാസ്ക് എടുത്ത് വെച്ച് കൊടുത്തോ ക്രിസ്ത്യാനിയുടെ തനിക്കോണം പുറത്തു വരും. എന്താണ് ഞാൻ
ഞാൻ കാണിച്ചു തരും. ഇത് മൂന്നും പറഞ്ഞാൽ ഞാൻ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരും. അനുസരിക്കാൻ പറഞ്ഞാൽ നടക്കില്ല, നടപടിയാവില്ല. എളിമപ്പെടാൻ പറഞ്ഞാൽ അവൻ താഴട്ടെ, അവൻ്റെ ഭാഗത്തെ തെറ്റ്. വിനയം കാണിക്കാൻ നടക്കില്ല, കാരണം പുറപ്പെടില്ല എന്നിൽ നിന്ന്. ഇവിടെ എല്ലാം പ്രതികാര മനോഭാവത്തിൻ്റെ സ്പിരിറ്റ് ചാർജ് എടുക്കും. ഈ ഒരു ടാസ്ക്, ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്താലാണ് മറിയം എന്നുള്ള നാമത്തെ നാവിൽ യേശു അവൻ്റെ അമ്മയുടെ നാമത്തെ നമ്മുടെ നാവിൽ നിക്ഷേപിക്കുകയുള്ളൂ. ഈ നിക്ഷേപം ലഭിച്ചു കഴിഞ്ഞാലേ ജപമാല അഭിഷേകം ആകും. ഈ നിക്ഷേപം ഇല്ലാത്തിടത്തോളം കാലം ജപമാല എന്നും നിങ്ങൾക്കൊരു ആഭരണമായിരിക്കും, ആയുധമായിരിക്കില്ല. ഹല്ലേലൂയ. സ്വർണം കൊണ്ട് നിങ്ങൾക്ക് ജപമാല പണിയാം, നല്ല ആഭരണമാണ്, കാണാൻ നല്ല രസമാണ്. ഡയമണ്ട് കൊണ്ടുമൊക്കെ നിങ്ങൾക്ക് പണിയാം, അതൊരു ആഭരണമായിട്ട് അങ്ങനെ കിടക്കും. അതിൽ നിന്ന് യാതൊരുവിധ പ്രൊട്ടക്ഷനും നീ പ്രതീക്ഷിക്കണ്ട. അതിൽ നിന്നൊന്നും നിനക്ക് കിട്ടാനും പോകുന്നില്ല. കാരണം ജപമാല ചൊല്ലണമെങ്കിൽ അമ്മ ഇരുത്തിയിരിക്കുന്ന ഒരു ടെസ്റ്റ് പേപ്പറിൽ നീ ക്വാളിഫൈ ചെയ്യണം. അമ്മ നിന്നെ ഈ ഒരു പേപ്പറിലേക്ക് ഇരുത്തിയിട്ടുണ്ട്, ഇങ്ങനെ ഒരു എക്സാം ഷീറ്റ് നിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇത് നീ ക്വാളിഫൈഡ് ആയാൽ അമ്മ എന്ന് പറയുന്ന നാമം നിൻ്റെ നാവിൽ അമ്മയുടെ മകൻ വെച്ചു തരും. അതല്ലെങ്കിൽ നീ കുറേ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന മാത്രമായിരിക്കും ജപമാല. അതിനകത്ത് മാതാവിൻ്റെ അഭിഷേകത്തിൻ്റെ തലം ഉണ്ടാവില്ല. രണ്ടാമത്തെ രഹസ്യമാണ് ഞാൻ പറയണത്. ജപമാലയിലെ രണ്ടാമത്തെ രഹസ്യം സന്തോഷത്തിൻ്റെ മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു 5 തീരുമ്പോൾ ധ്യാനം തീരുമെന്നാണ് തോന്നണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ രഹസ്യത്തിൽ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയുടെ തുടക്കം കിടക്കുന്നുണ്ട്. നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിൻ്റെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവൻ. ഇത്രയുമുണ്ട്. എത്ര കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വന്നു എന്ന് നിങ്ങളൊന്ന് എണ്ണി നോക്കുക. ഇതിൽ പറഞ്ഞിരിക്കുന്ന അത്രയും കാര്യങ്ങളാണ് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയിലുള്ളത്. നമുക്കറിയാം, നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ളത് പ്രാർത്ഥനയാണ്. പരിശുദ്ധ മറിയമേ എന്നുള്ളത് അപേക്ഷയാണ്, പ്രാർത്ഥനയല്ല, അപേക്ഷയാണ്. നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ളത് പ്രാർത്ഥനയാണ്, പരിശുദ്ധ മറിയമേ അപേക്ഷയാണ്. പരിശുദ്ധ മറിയമേ എന്നുള്ള ഒരു ജപത്തിൽ ഉള്ളത് അപേക്ഷയുടെ ഒരു തലം അതിനകത്തുണ്ട്. നന്മ നിറഞ്ഞ മറിയമേ എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രാർത്ഥനയുടെ തലമുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ മറിയമേ ചെല്ലിയേ നിങ്ങൾ, പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. ഇതാണ് പരിശുദ്ധ മറിയമേ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയിലോ അപേക്ഷയിലോ എനിക്കുപകാരപ്രദമായിട്ടുള്ളത് അതിൻ്റെ ഒറ്റൊരു കാര്യമേ ഉള്ളൂ. എന്ത് കാര്യമാണ്? ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും, 2 സമയത്താണ് അമ്മയുടെ സഹായം ആവശ്യമുള്ളത്. ഇപ്പോൾ ഒന്ന് എൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷൻ, അതായത് ഇപ്പോൾ എനിക്ക് കടബാധ്യതയുണ്ട്, ഇപ്പോൾ എനിക്ക് രോഗമുണ്ട്, ഇപ്പോൾ എൻ്റെ കുടുംബം തകരും, ഇപ്പോൾ വീട് ജപ്തിയാകും, ഇപ്പോൾ ഞാൻ മരിക്കും, ഇപ്പോൾ എനിക്കൊരു അപകടം വരും, ഇപ്പോൾ സുനാമി പൊട്ടിപ്പുറപ്പെടും, ഇപ്പോൾ ഡാം പൊട്ടി തകരും. ഇപ്പോഴും. പിന്നെ എപ്പോഴാ? എൻ്റെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. എൻ്റെ മരണസമയം, അതായത് ജപമാല ചൊല്ലുന്ന വ്യക്തി അറിഞ്ഞോ അറിയാതെയോ തൻ്റെ മരണസമയം അമ്മയെ ഏൽപ്പിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ മരണസമയമാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയം, എൻ്റെ മരണസമയം. കാരണം ഞാൻ ചെയ്തതിനെല്ലാത്തിൻ്റെയും വില കൊടുക്കേണ്ട സമയം. ഇത് ഞാൻ നേരെ എടുത്ത് നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിക്കലാണ് പരിശുദ്ധ മറിയമേൽ ചെയ്യുന്നത്. പരിശുദ്ധ മറിയമേ എന്നുള്ള പ്രാർത്ഥനയിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. വ്യക്തിപരമായി നിൻ്റെ ആത്മാവ് നരകശിക്ഷ അനുഭവിക്കാതിരിക്കാൻ ആ പ്രാർത്ഥന മാത്രം മതി, ആ അപേക്ഷ മാത്രം മതി അതിനകത്ത്. കാരണം അതിനകത്ത് അമ്മയിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ മരണസമയത്തെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രായമെത്താതെ ഞാൻ മരിക്കില്ല. മരിക്കേണ്ട സമയം കഴിഞ്ഞിട്ടും ഞാൻ ബെഡിൽ കോമാ സ്റ്റേജിൽ കിടക്കുകയുമില്ല.
ദൈവം നിശ്ചയിച്ച സമയത്ത് ജനിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിശ്ചയിച്ച സമയത്ത് തന്നെ മരിക്കുകയും വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിശ്ചയിച്ച സമയത്ത് നീ ജനിച്ചിട്ടുണ്ടോ, അത് ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവം മാത്രം തീരുമാനിച്ചാൽ മതി, നടക്കും. പക്ഷെ ദൈവം നിശ്ചയിച്ച സമയത്ത് നീ മരിക്കണമെങ്കിൽ നീ കൂടെ തീരുമാനിക്കണം. കാരണം നിൻ്റെ പാപം, നിൻ്റെ ചെയ്തികൾ, നിൻ്റെ വഴിവിട്ട ജീവിത അവസ്ഥകൾ നിൻ്റെ ആയുസിൻ്റെ ദൈർഘ്യം കൂടാനും കുറയ്ക്കാനും നിൻ്റെ പാപം മൂലം സാത്താൻ നിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയുള്ളപ്പോഴാണ് നൽമരണ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിൻ്റെ മാധ്യസ്ഥം നമ്മൾ തേടുന്നത്. നൽമരണ മധ്യസ്ഥനായിട്ട് വിശുദ്ധ യൗസേപ്പ് മാറപ്പെടാൻ കാരണം വിശുദ്ധ യൗസേപ്പ് നീതിമാനായിരുന്നത് കൊണ്ടാണ്. ഒറ്റയൊരു നീതിമാനാണ് നൽമരണം തരാൻ പറ്റുള്ളൂ, മറ്റാർക്കും പറ്റില്ല. ആ യൗസേപ്പ് നീതിമാനാകാൻ കാരണം പരിശുദ്ധ അമ്മയോട് കൂടെ ചേർക്കപ്പെട്ടു. പരിശുദ്ധ അമ്മയുടെ വിരക്ത ഭർത്താവും യേശു ക്രിസ്തുവിൻ്റെ വളർത്തുപിതാവും 2 സ്ഥാനം അങ്ങനെ ഏറ്റെടുത്തു. എന്താ 2 സ്ഥാനം? 2 സ്ഥാനം. ആ 2 സ്ഥാനം സ്വർഗം അപ്പനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അപ്പൻ അത് ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിച്ചു ഔസേപ്പിതാവ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോൾ അതിൽ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകളിലെല്ലാം നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയിൽ എലിസബത്തിനോട് ചേർന്ന് ചൊല്ലുന്നുണ്ട്, വിശുദ്ധ ഗബ്രിയേലിനോട് ചേർന്ന് ചൊല്ലുന്നുണ്ട്, സഭയോട് ചേർന്ന് ചൊല്ലുന്നുണ്ട്. പരിശുദ്ധ മറിയമേ എന്നുള്ള പ്രാർത്ഥനയിൽ ഇപ്പോഴും എൻ്റെ മരണസമയത്തും 2 കാര്യങ്ങളാണ് ഞാൻ അവിടെ അമ്മ വഴി ദൈവത്തിലേക്ക് സമർപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ മരണം അമ്മയെ ഞാൻ വരമേൽപ്പിച്ചിരിക്കുക. ജപമാല ചെല്ലുന്ന വ്യക്തി നിങ്ങളുടെ ജീവിത അന്ത്യത്തെക്കുറിച്ച് നിങ്ങൾ ദുഃഖിക്കേണ്ട, അമ്മ പ്രൊട്ടക്റ്റ് ചെയ്തോളും. ആരും കുറ്റം പറയാത്ത മരണം പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് തരും. ജപമാല മുടങ്ങാതിരുന്നാൽ മതി. ഒരു ദിവസം ഒരു ജപമാല ചൊല്ലിയാൽ മതി. ഒരു ജപമാല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. സന്തോഷം, ദുഃഖം, പ്രകാശം, മഹിമ, 4 രഹസ്യങ്ങൾ ചൊല്ലുന്നതാണ് ഒരു ജപമാല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷം, ദുഃഖം, പ്രകാശം, മഹിമ, 4 രഹസ്യങ്ങൾ പ്രാർത്ഥിച്ച് ധ്യാനിച്ചാൽ നീ ഒരു ജപമാല ചൊല്ലി. ഒരു ജപമാല, അതാണ് ഒരു ജപമാല കേട്ടോ. ദിവസം ഒരു ജപമാല ചൊല്ലിയാൽ മതി. മരണസമയം അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. ഒരു കുറവും നിങ്ങൾക്ക് വരില്ല മരണസമയത്ത്. സാത്താൻ വേട്ടയാടുന്ന സമയം ഒന്നും വരത്തില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ആ പ്രാർത്ഥനയുടെ ശക്തി അന്ന് ഈശോ പഠിപ്പിച്ചതാണ്. പരിശുദ്ധ മറിയമേ എന്നുള്ള പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്ന സംരക്ഷണത്തിൻ്റെ ശക്തി അന്ന് ഈശോ പഠിപ്പിച്ചതാണ്. നമുക്കറിയില്ല നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയിലും അടങ്ങിയിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങൾ നമുക്കറിയില്ല. നമ്മൾ ചൊല്ലിപ്പോകുന്നതേ ഉള്ളൂ, അതിൻ്റെ അർത്ഥം അറിയില്ല നമുക്ക്. എന്നിട്ടതിനെ ബന്ധിച്ച് സംഭവം പിന്നെ അത് കംപ്ലീറ്റ് മാറിയോളൂ. പരിശുദ്ധ മറിയമേ ചൊല്ലി കാഴ്ചവെച്ചു. പരിശുദ്ധ മറിയമേ ചൊല്ലി എല്ലാം കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കഴിഞ്ഞോളൂ ഫ്രീ ആയി ഇരിക്കുകയാണ്. പരിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞു. അച്ഛൻ വന്ന് അവളെ ബ്ലസ് ചെയ്തു, അവളെ കുമ്പസാരിപ്പിച്ച് എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചെന്നുകളുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ ചോദിച്ചു, നിൻ്റെ പ്രാർത്ഥനയുടെ രീതികളൊക്കെ ഒന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴാണ് ഇവൾ പറയുന്നത്, ജപമാലയിൽ പരിശുദ്ധ മറിയമേ ഞാൻ ചെല്ലില്ലായിരുന്നു. ജപമാലയിൽ സ്വബോധമുള്ളപ്പോഴും പരിശുദ്ധ മറിയമേ ഞാൻ ചെല്ലത്തില്ല. നന്മ നിറഞ്ഞ മറിയമേ മാത്രം ചെല്ലും. ഗ്രൂപ്പായിട്ട് ജപമാല ചെല്ലുകയാണെങ്കിൽ ഞാൻ നന്മ നിറഞ്ഞ മറിയമേ ചെല്ലും, പരിശുദ്ധ മറിയമേ ചെല്ലില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കും നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ശക്തിയില്ലേ എന്നുള്ളത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, അവളിൽ കൂടിയിരുന്നത്, അവളിൽ ഉണ്ടായിരുന്നത് മരണത്തിൻ്റെ ദുരാത്മാവാണ്. ഒരു സ്പിരിറ്റ് അനുസരിച്ച് അമ്മയുടെ പ്രവർത്തനം നമ്മളിലുണ്ട്, സംരക്ഷണമുണ്ട്. എല്ലാ പ്രാർത്ഥനകളും എല്ലാ സാത്താൻ്റെ ശക്തികൾക്കും പേടിയില്ല. അത് ഏതരൂപിയാണോ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രാർത്ഥനയുടെ തലത്തെ അവർ വെറുക്കും. ചില ബന്ധനമുള്ള വ്യക്തികൾ പരിശുദ്ധ കുർബാനയ്ക്ക് വരില്ല, ബാക്കിയുള്ള പ്രാർത്ഥനകൾ എല്ലാത്തിനും അവരുണ്ടാവും. ചില വ്യക്തികൾ ജപമാല കൈകൊണ്ട് തൊടത്തില്ല, ചില വ്യക്തികൾ പരിശുദ്ധ വചനം കൈകൊണ്ട് എടുക്കത്തില്ല. ഓരോ തലവും ഓരോ തരത്തിലാണ് ഓരോരുത്തരിൽ. പ്രിയമുള്ള ദൈവജനമേ, ചില വ്യക്തികൾ തൃത്വസ്തുതി ചെല്ലാൻ പറഞ്ഞാൽ ചെല്ലില്ല, ബാക്കിയെല്ലാം ചെല്ലും. തൃത്വസ്തുതി ചെല്ലാൻ പറഞ്ഞാൽ ചെല്ലില്ല, തൃത്വിക ആരാധന പറ്റില്ല എന്ന് പറയും, നടക്കില്ല, ചെല്ലില്ല. അരൂപികളിൽ വ്യത്യാസമുണ്ട്, അതിൻ്റെ ആവാസത്തിലും വ്യത്യാസമുണ്ട്. നമ്മൾ ദൈവത്തോട് കൊടുക്കുമ്പോൾ നന്മ നിറഞ്ഞ മറിയമേ പരിശുദ്ധ മറിയമേ ചൊല്ലി
എന്നെ തന്നെയാണ് ദൈവത്തിന് ഞാൻ കാഴ്ചവെക്കുന്നത്. എന്നെ തന്നെ കാഴ്ചവെക്കുന്ന പ്രാർത്ഥനയാത്. അവിടെ ദൈവത്തിന് ആരാധന കിട്ടുന്നുണ്ടെങ്കിൽ പോലും പ്രത്യേകിച്ചൊരു ഇൻറ്റൻഷൻ സമർപ്പിക്കേണ്ട ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ. കാരണം പരിശുദ്ധ മറിയമേ എന്നുള്ള പ്രാർത്ഥനയിൽ തന്നെ മുഴുവൻ ഇൻറ്റൻഷനാണ്. അതിൽ സമർപ്പിച്ചിരിക്കുന്ന, ഓൾറെഡി അതിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ഇൻറ്റൻഷനിൽ ഞാൻ വരും ഇപ്പോഴും എൻ്റെ മരണസമയത്തും എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ഇൻറ്റൻഷൻ ഇല്ല. ഇപ്പോഴത്തെ എൻ്റെ എല്ലാ കാര്യത്തിലും പരിശുദ്ധ മറിയമേ എന്നുള്ള പ്രാർത്ഥന ഒരു ഇൻറ്റൻഷൻ ഉൾപ്പെട്ട പ്രാർത്ഥനയാണ്. പക്ഷെ നമ്മൾ ജപമാലയിൽ ഓരോ മണികളിലും ഇൻറ്റൻഷൻ തിരികെറ്റും, വിട്ടുകൊടുക്കില്ല. നമുക്കൊരു തൃപ്തിയില്ല. എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കണമെന്ന് പറഞ്ഞത് എൻ്റെ കാര്യം സാധിച്ചു തരണമെന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ ഇഷ്ടമല്ല. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് ഞാൻ ഉറപ്പിക്കുന്ന എപ്പോഴാണ്? എൻ്റെ കാര്യം സാധിച്ച് കിട്ടി. കർത്താവ് എൻ്റെ കാര്യസാധ്യത്തിനുള്ള ഒരു ഉപകരണം, ഒരു വെപ്പൺ, ഒരായുധം, കാര്യം സാധിച്ച് കിട്ടാൻ. പ്രിയപ്പെട്ട ദൈവജനമേ, ഇതല്ല പ്രാർത്ഥന, ഇതല്ല കത്തോലിക്ക വിശ്വാസം. നീ എത്ര ധ്യാനം കൂടിയിട്ടും അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. പ്രാർത്ഥനയുടെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കി ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചാൽ ഈ രണ്ടാമത്തെ രഹസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന രക്ഷ നിനക്ക് അനുഭവിച്ച് അറിയാനായിട്ട് പറ്റും. രണ്ടാമത്തെ രഹസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന രക്ഷ എന്ന് പറയുന്നത് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയുടെ അഭിഷേകത്തിൻ്റെ രക്ഷയാണ്. അതിൽ ഇപ്രകാരം പറയുന്നു, അവൾ ഉദ്ഘോഷിച്ചു. അതായത് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ഉദ്ഘോഷിക്കലാണ്. അതായത് നമ്മളത് സ്വരം താഴ്ത്തിയല്ല പ്രാർത്ഥിക്കേണ്ടത്. നിറഞ്ഞ മറിയമേ ക്രിസ്തി എന്ന് പറഞ്ഞല്ല പ്രാർത്ഥിക്കേണ്ടത്. ഉദ്ഘോഷിക്കുക. പരിശുദ്ധ അമ്മയെ ഉദ്ഘോഷിക്കണം. നമ്മൾ ഉദ്ഘോഷിക്കേണ്ടത് എങ്ങനെയാ? സന്തോഷം വരുമ്പോഴാണ് ഉദ്ഘോഷിക്കത്തുള്ളൂ. ആനന്ദത്തിൽ നിറഞ്ഞു കഴിയുമ്പോഴാണ് ഉദ്ഘോഷിക്കുന്നത്. അതിൽ നിന്നുള്ള ശക്തിയെ തിരിച്ചറിയുമ്പോഴാണ് ഉദ്ഘോഷിക്കുന്നത്. അമ്മയ്ക്ക് കൊടുക്കുന്നത് വണക്കമല്ല, അതിവണക്കമാണ്. അപ്പോൾ അതിവണക്കം കൊടുക്കണമെങ്കിൽ ഞാൻ അമ്മയിൽ എന്താ പറയുക നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ള തലമല്ല, മറിച്ച് ഉദ്ഘോഷിക്കണം. എൻ്റെ അമ്മയുടെ മാധ്യസ്ഥത്തെ ഞാൻ ഉദ്ഘോഷിക്കണം. നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി എന്ന് പറയുന്നത് ഒരു ജയ് വിളിക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, സിന്ദാബാദ് വിളിക്കില്ലേ എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്രത്തോളം ഇങ്ങനെയൊന്ന് മുഷ്ടി ചുരുട്ടി പറയുന്നുണ്ടോ അതിൻ്റെ എത്രയോ ലക്ഷം മടങ്ങ് നീ ആനന്ദത്തോടെ ആർപ്പ് വിളികളോടുകൂടെ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, അവിടെ എലിസബത്ത് ഉദ്ഘോഷിച്ചു. എന്തെന്നാ ഉദ്ഘോഷിച്ചത്? നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. ആമേൻ. നിന്റെ ഉദരഫലം അനുഗ്രഹീതം. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ അമ്മയുടെ ഉദരവും ഉദരഫലവും ഉണ്ട്. ഉദരമുണ്ട്, ഉദരഫലമുണ്ട്. അവിടെ പറയുന്നു നീ സ്ത്രീകളിൽ അനുഗ്രഹീത എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയെ സ്വർഗം എങ്ങനെ കാണുന്നുവോ അത് എലിസബത്തിന്റെ അതിരത്തിലൂടെ ലോകത്തെ അറിയിച്ചു സ്വർഗം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എലിസബത്തിന്റെ അതിരത്തിലൂടെ അമ്മയെ കുറിച്ച് ലോകത്തിന് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്തു. ഇതാണ് പരിശുദ്ധ അമ്മ. ഏതാണ്? നീ സ്ത്രീകളിൽ അനുഗ്രഹീത, സ്ത്രീകളിൽ അനുഗ്രഹീത. പ്രിയപ്പെട്ട ദൈവജനമേ, നീയാണ് സ്ത്രീകളിൽ അനുഗ്രഹീത. അപ്പോൾ സ്ത്രീ എന്ന് പറഞ്ഞതും സ്ത്രീകളിൽ എന്ന് പറയുന്നതും രണ്ടും രണ്ട് തലങ്ങളാണ്. നീ സ്ത്രീകളിൽ അനുഗ്രഹീത. ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട സ്ത്രീകളിൽ അല്ല പ്രിയപ്പെട്ടവരെ. ആ കൂട്ടത്തിൽ അമ്മയെ എങ്ങനെ പെടുത്താൻ പറ്റും? ലോകത്തിലുള്ള മൊത്തം സ്ത്രീകൾ എടുത്താൽ നീ അനുഗ്രഹീത എന്നുള്ള അർത്ഥമല്ല. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ അമ്മയും പെടില്ലേ? അത് വളരെ മോശമല്ലേ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. സ്ത്രീകളിൽ അനുഗ്രഹീത. നമ്മൾ വിചാരിക്കും ഞങ്ങൾ മൊത്തം സ്ത്രീകളിൽ അമ്മയാണ് ടോപ്പ്. അല്ല, അങ്ങനെ നമ്മൾക്ക് അമ്മയെ തരം താഴ്ത്താൻ പറ്റുമോ? ഒരിക്കലുമില്ല. അങ്ങനെയല്ല. സ്ത്രീകളിൽ എന്ന് പറയുമ്പോൾ സ്ത്രീ എന്താണ്? ഉൽപ്പത്തിയിലേക്ക് പോകുന്നത്.
നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലുള്ള ശത്രുതയിലേക്ക് അത് വിരൽ ചൂണ്ടുന്നുണ്ട്. സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് പരിശുദ്ധ അമ്മ എന്ന് പറയുമ്പോൾ സ്ത്രീ എന്താണ്? സ്ത്രീ അതിൻ്റെയാണ് അടുത്ത വാക്യത്തിൽ വീണ്ടും പറയുന്നുണ്ട്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാൻ ഉള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? നിൻ്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിച്ചവളാണ് പരിശുദ്ധ കന്യക മറിയം. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിച്ചു. എന്ത് കർത്താവ് അരുളി ചെയ്തു? കർത്താവ് ആരിലൂടെ അരുളി ചെയ്തു? പ്രവാചകരിലൂടെ അരുളി ചെയ്തതുണ്ട്. അതിൻ്റെ പൂർത്തീകരണത്തിൽ ഗബ്രിയേൽ മാലാഖയിലൂടെ വന്ന് അരുളി ചെയ്തതുണ്ട്. ഈ അരുളി ചെയ്യപ്പെട്ടപ്പോൾ കന്യകയിൽ നിന്ന് ജാതൻ ഉരുവാകണം എന്നുള്ള പ്രവചനത്തിൻ്റെ പൂർത്തീകരണം തന്നിലൂടെ എന്നുള്ളത് പരിശുദ്ധ അമ്മയ്ക്ക് ബോധ്യപ്പെട്ട് അമ്മ സ്വർഗത്തിന് അല്ലെങ്കിൽ ദേവാലയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവളായി മാറ്റപ്പെട്ടപ്പോൾ പരിശുദ്ധിയിൽ കോട്ടം വരാതെ അമ്മ കാത്തു സൂക്ഷിച്ച, അമ്മയോട് കൂടെയായിരുന്ന, അമ്മയോടൊപ്പമായിരുന്ന അമ്മ തന്നെയായ പരിശുദ്ധിയിൽ ഒരിക്കലും വിട്ടുവീഴ്ചയില്ലാതെ സ്വർഗത്തിൻ്റെ ദൂതൻ അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ ചൈതന്യത്തെ അമ്മയുടെ ഉദരത്തിലേക്ക് സ്വീകരിക്കാൻ അമ്മ തന്നെ സറണ്ടർ ചെയ്തു. ആര് പറഞ്ഞപ്പോൾ? ഗബ്രിയേൽ മാലാഖ വന്ന് പറയുന്നു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്ന് പറയുന്ന ദൈവത്തിൻ്റെ അരുളപ്പാട് അരുളി ചെയ്തപ്പോൾ അവിടെയും അമ്മ കോംപ്രമൈസ് ചെയ്യാതിരുന്ന കാര്യം, ഞാൻ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് വിശ്വസിക്കും. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ല മറുചോദ്യം പറഞ്ഞുകൊണ്ട് അമ്മ തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നു. വീണ്ടും തുടർച്ചയായിട്ട് പറയുന്നു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ഇതാണ് ഇവിടെ എലിസബത്ത് ഏറ്റുപറയുന്നുണ്ട്. എങ്ങനെ? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് എലിസബത്ത് ഏറ്റുപറയുന്നു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാൻ എനിക്ക് ഭാഗ്യം എവിടെ നിന്നാ? പ്രിയപ്പെട്ട ദൈവജനമേ, ഓർക്കണം, ആ കാലഘട്ടത്തിൽ ഒത്തിരി വിശുദ്ധരായി ജീവിച്ചിരുന്നവരുണ്ട്, ഒത്തിരി വിശുദ്ധിയിൽ ജീവിച്ചിരുന്നവരുണ്ട്. അമ്മയെ തിരഞ്ഞെടുത്തു സ്വർഗം. എങ്ങനെ തിരഞ്ഞെടുത്തു? അനാദി മുതൽ തിരഞ്ഞെടുത്തു. അനാദി മുതൽ അമ്മയുണ്ട്, അനാദി മുതൽ സൃഷ്ടികർമ്മം മുതലുണ്ട്. അത് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ അമ്മയെപ്പറ്റി വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. പ്രഭാഷൻ്റെ പുസ്തകത്തിൽ അമ്മയെപ്പറ്റി വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മളതിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് സ്ത്രീ എന്നുള്ളത്. തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് സ്ത്രീകളിൽ അനുഗ്രഹീതയായിട്ട് അമ്മ മാറിയത് എന്താണെന്നുള്ളത്. തുടർന്നുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതിൽ ബാക്കിയുള്ള ഭാഗത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിൻ്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. അതിനു മുൻപേ ലൂക്കാ സുവിശേഷകൻ അത് എഴുതി വച്ചിരിക്കുന്നു. അവൾ അഭിവാദനം സ്വരം ശ്രവിച്ചപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എന്നുള്ളത് വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ ആദ്യമേ എഴുതി ചേർത്ത് വെച്ചത് വീണ്ടും എലിസബത്ത് ഒരിക്കൽ കൂടെ പറയുകയാണ്, എൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ച് ചാടി. എൻ്റെ ഉദരത്തിൽ നിൻ്റെ അഭിവാദന സ്വരം എൻ്റെ കാതിൽ പതിഞ്ഞപ്പോൾ എൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. പ്രിയപ്പെട്ട ദൈവജനമേ, രണ്ടാമത്തെ രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ രഹസ്യത്തിൽ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയുടെ ഉത്ഭവമുണ്ട്. ഈ രഹസ്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ട്. ഈ രഹസ്യത്തിൽ നമ്മളുടെ സന്തോഷത്തെ കെടുത്തുവാനുള്ള
നമ്മുടെ സങ്കടത്തെ കെടുത്തുവാനുള്ള സന്തോഷത്തിൻ്റെ കണികയുണ്ട്. ഈ രഹസ്യത്തിൽ ദൈവസ്നേഹത്തിൻ്റെ ആധിക്യമുണ്ട്. ഈ രഹസ്യത്തിൽ സ്വർഗത്തിൻ്റെ മുഴുവൻ വെളിപ്പെടുത്തലുകളുണ്ട്. ഈ രഹസ്യത്തിൽ എലിസബത്ത് മറിയക്കുത്തെക്കുറിച്ചുള്ള ഏറ്റുപറച്ചിലുണ്ട്. ഇങ്ങനെ എന്തുകൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട രണ്ടാമത്തെ രഹസ്യം നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളറിയണം, നിങ്ങളിലേക്ക് ദൈവസ്നേഹം നിറയപ്പെട്ട് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ നിരാശകളിലും സങ്കടങ്ങളിലും ഒറ്റപ്പെടലുകളിലും രോഗപീഠകളിലും എന്നു വേണ്ട ജീവിതത്തിൻ്റെ ഏത് അവസ്ഥകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടോ ആ അവസ്ഥകളെല്ലാം ഭേദിക്കുന്ന പ്രാർത്ഥനയാണ് രണ്ടാമത്തെ രഹസ്യം. നീ അത് ധ്യാനിച്ചിട്ടുണ്ടോ? നിനക്കതിൻ്റെ കൃപ കിട്ടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ചെറിയൊരു ബ്രേക്കാണ്, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങൾ ചായ കുടിച്ചിട്ട് തിരിച്ചു വരുന്ന ചെറിയൊരു ബ്രേക്കാണ്. എഴുന്നേറ്റേ. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി.